Hello everyone. Welcome to Scholars Hub. So today we are going to discuss Block 3, Unit 1, Introduction to Fiction. അതാണ് ഈ ഒരു ബ്ലോക്കിൻ്റെ പേര്. So in the previous class we have discussed about prose, especially essays. നമ്മൾ essays ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്കത് ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറീസിൽ കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതിൽ നെറേറ്റീവ് എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാറ്റഗറീസ് ഉണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഫിക്ഷൻസ് അല്ല എസ്സേസ്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു, സ്പീച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഫിക്ഷനിൽ വരുന്നതല്ല, അതെല്ലാം ഫാക്റ്റുകളാണ് പറയുന്നത്. എന്താണ് ഫിക്ഷൻ? ഫിക്ഷൻ ഈസ് ഓൾവേസ് ഇമാജിനേറ്റീവ്, നോട്ട് ഫാക്ച്വൽ. ഫാക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഭാവനയിൽ നിന്നും എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും, ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫാൻറ്റസി ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്രം ദിസ് ബ്ലോക്ക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫിക്ഷൻസ്. അതിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ബ്ലോക്ക് 3 നമ്മളതിലെ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്, ഒരു ജോണർ. ആ ജോണറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഷോർട്ട് ഫിക്ഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയാലോ. സോ ഷോർട്ട് സ്റ്റോറി, ദ ജോണർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. എ ഷോർട്ട് സ്റ്റോറി ഓൾസോ നോൺ ആസ് ഷോർട്ട് ഫിക്ഷൻ. ഷോർട്ട് സ്റ്റോറിയുടെ മറ്റൊരു പേരാണ് ഷോർട്ട് ഫിക്ഷൻ. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഷോർട്ട് ഫിക്ഷൻ എന്ന് പറഞ്ഞാലും ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാലും ഷോർട്ട് സ്റ്റോറി തന്നെ. ഈസ് എ ബ്രീഫ് ഫിക്ഷണൽ നെറേറ്റീവ് ദാറ്റ് ക്യാൻ ബി റീഡ് ഇൻ എ സിംഗിൾ സിറ്റിംഗ്. ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫിക്ഷണൽ നെറേറ്റീവ് ആണ്. ഫിക്ഷണൽ ആയിട്ട് എഴുതുന്ന കാര്യങ്ങളാണ്. നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ എഴുതുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ക്യാൻ ബി റീഡ് ഇൻ എ സിംഗിൾ സിറ്റിംഗ്. ഒരൊറ്റ ഇരിപ്പിൽ വായിച്ച് തീർക്കാൻ പറ്റുന്നതാണ് എന്ത്? ഷോർട്ട് സ്റ്റോറി. ഇറ്റ് യൂഷ്വലി റേഞ്ചസ് ഫ്രം 500 to 2000 വേർഡ്സ് ഇൻ ലെങ്ത്. 500 മുതൽ 2000 വരെയാണ് അതിൻ്റെ വേർഡ്സിൻ്റെ എണ്ണം ഷോർട്ട് സ്റ്റോറികളുടെ. ഇഫ് എ സ്റ്റോറി ഹാസ് അബൌട്ട് 12,000 to 15,000 വേർഡ്സ്, ചില സ്റ്റോറികൾക്ക് 12,000 മുതൽ 15,000 വരെ വേർഡ്സ് ഉണ്ടാവും. ഇത്തരം സ്റ്റോറീസിനെ ഇറ്റ് ഈസ് കോൾഡ് എ നൊവെല്ല, നൊവെല്ലറ്റ്. അതായത് 12,000 മുതൽ 15,000 വരെ വേർഡ്സ് ഉള്ള സ്റ്റോറീസിനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾഡ് ഇറ്റ് ആസ് നൊവെല്ല ഓർ നൊവെല്ലറ്റ്. ഇറ്റ് ഈസ് സ്മോളർ ദാൻ നോവൽ. നോവലിൻ്റെ അത്ര തന്നെ വലുതാവില്ല, സ്മോൾ ആയിരിക്കും. പക്ഷേ ഷോർട്ട് സ്റ്റോറിനേക്കാളും ലോങ് ആയിരിക്കും. അത്തരം ഇതിനെ രണ്ടിനും ഇടയിൽ വരുന്ന ജോണറാണെന്ത്? നോവല്ല, വിച്ച് ഈസ് കൺസിഡർ എ മിഡിൽ ലെങ്ത് ഫിക്ഷൻ. ഈ നോവലയുടെ മറ്റൊരു പേരാണെന്ത്? മിഡിൽ ലെങ്ത് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എത്ര വേർഡ്സ് വരുന്നുണ്ട് നോവലയിൽ, എത്ര വേർഡ്സ് വരുന്നുണ്ട് ഷോർട്ട് സ്റ്റോറിയിൽ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കുക. The short story is focused and aimed to create one single and powerful effect on the reader. അപ്പോൾ എന്തിനാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറി എഴുതുന്നത്? നമ്മളൊരു ഷോർട്ട് സ്റ്റോറി വായിക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ക്രിയേറ്റ് എ സിംഗിൾ ആൻഡ് പവർഫുൾ എഫക്റ്റ്. നമ്മളൊരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമുക്കൊരു പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടണം. ഒരു പവർഫുൾ എഫക്റ്റ് കിട്ടണം. നമ്മൾ ചില സ്റ്റോറീസ് വായിക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആവും, ചിലപ്പോൾ മോട്ടിവേറ്റഡ് ആവും, സങ്കടപ്പെടും. ഇതൊക്കെ ആ സ്റ്റോറി നമുക്ക് തരുന്ന എഫക്റ്റാണ്. സോ ഇത്തരം ഒരു എഫക്റ്റ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എഡ്ഗർ അലൻ പോ ഈസ് റിഗാർഡഡ് ആസ് ദ ഫസ്റ്റ് മേജർ പ്രാക്ടീഷണർ ഒറിജിനേറ്റർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും അടുത്ത യൂണിറ്റുകളിൽ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഷോർട്ട് സ്റ്റോറി ഭയങ്കരമായിട്ട്, അതായത് ആദ്യമായിട്ടതിനേക്കാളും എന്താ പറയുക, അതിനെ പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? എഡ്ഗർ അലൻ പോയാണ്. ആൻഡ് അതിൻ്റെ ഒറിജിനേറ്ററും പുള്ളിയാണെന്ന് പറയപ്പെടുന്നത്. പുള്ളിയാണ് ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു ജോണറിനെ ഇത്ര അധികം പോപ്പുലറൈസ് ചെയ്തത്. പോ സെഡ് ദാറ്റ്, പോ എന്ന് പറഞ്ഞാൽ എഡ്ഗർ അലൻ പോ സെഡ് ദാറ്റ് എ പ്രോസ് ടെയിൽ ഷുഡ് ബി ഏബിൾ ടു ബി റീഡ് ഇൻ വൺ സിറ്റിംഗ്. അതായത് പ്രോസ് ടെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1 സിറ്റിങ്ങിൽ റീഡ് ചെയ്യാൻ പറ്റണം. ഫ്രം ഹാഫ് ആൻ അവർ ടു 2 hour. ഹാഫ് ആൻ അവർ, അരമണിക്കൂറോ 1 മണിക്കൂറോ അതിന്, അല്ലെങ്കിൽ 2 മണിക്കൂറോ അതിന് എടുക്കാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി എയിം അറ്റ് പ്രൊഡ്യൂസിങ് വൺ സിംഗിൾ യുണീക്ക് എഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ യുണീക്ക് എഫക്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറിക്ക് തരാൻ പറ്റണം. എന്നാൽ മാത്രമേ അതൊരു ഷോർട്ട് സ്റ്റോറി ആവൂ എന്നാണ്
എഡ്ഗർ അലൻ പോ ഷോർട്ട് സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞത്. എ ഷോർട്ട് സ്റ്റോറി ഡസ് നോട്ട് വേസ്റ്റ് വേർഡ്സ് ഓർ ഡീറ്റെയിൽസ്. ഇതാണ് ഷോർട്ട് സ്റ്റോറിയുടെ മറ്റൊരു പ്രത്യേകത. എന്താണ്? എ ഷോർട്ട് സ്റ്റോറി ഡസ് നോട്ട് വേസ്റ്റ് വേർഡ്സ് ഓർ ഡീറ്റെയിൽസ്. അതിൽ ഒരുപാട് വേർഡ്സും ഒരുപാട് ഡീറ്റെയിൽസും ഒരുപാട് വിവരിച്ചൊന്നും കാര്യങ്ങൾ പറയില്ല. നോവൽ വായിക്കുന്ന പോലെ കുറേ അനാവശ്യമായിട്ടുള്ള വിവരണങ്ങളൊന്നും ഷോർട്ട് സ്റ്റോറി ഉണ്ടാവില്ല. അത് ഭയങ്കര പ്രിസൈസ് ആയിരിക്കും, ഭയങ്കര സറ്റിലായിരിക്കും. ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ സെൻറ്റൻസും അതിൽ മീനിങ് ആയിരിക്കും. എവറി എലമെൻറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ടോട്ടൽ എഫക്റ്റ്. അതിലുള്ള ഓരോ ചെറിയ ചെറിയ എലമെൻസും അതിൻ്റെ ടോട്ടൽ എഫക്റ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അതിൻ്റെ എൻഡിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൻ്റെ എഫക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ദർ ആർ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്. ഷോർട്ട് സ്റ്റോറീസ് 2 തരമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 2 തരം ഷോർട്ട് സ്റ്റോറീസ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഷോർട്ട് സ്റ്റോറീസ് അതാണ് ഒന്നാമത്തെ കാറ്റഗറി. ഷോർട്ട് സ്റ്റോറി തന്നെ ചെറിയ ഷോർട്ട് സ്റ്റോറി. ഓർ മൈക്രോ സ്റ്റോറീസ്. ഷോർട്ട് സ്റ്റോറിയുടെ മറ്റൊരു പേരാണെന്ത്? മൈക്രോ സ്റ്റോറി. ദിസ് ഈസ് എ വെരി ബ്രീഫ് ഫോം ഓഫ് ഷോർട്ട് ഫിക്ഷൻ, ഓഫൺ ലെസ് ദാൻ 1000 വേർഡ്സ്. ഓക്കെ, 1000 വേർഡ്സിന് താഴെയുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ് എന്ത്? ഷോർട്ട് സ്റ്റോറി. ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ ആൻ അനിക്ഡോട്ട് ബട്ട് ഷോർട്ടർ ദാൻ ആൻ ഓർഡിനറി ഷോർട്ട് സ്റ്റോറി. ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ ആൻ അനിക്ഡോട്ട്. അനിക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ സംഭവത്തിനെ കുറിച്ച് നമ്മളൊരു ഉപദേശമൊക്കെ പോലെ പറയുന്ന സ്റ്റോറീസാണ് അനിക്ഡോട്ട് എന്ന് പറഞ്ഞാൽ. അതിനേക്കാളും വലുതായിരിക്കും. ലോങ്ങർ ദാൻ അനിക്ഡോട്ട് ബട്ട് ഷോർട്ടർ ദാൻ എ ഓർഡിനറി സ്റ്റോറി. പക്ഷേ സാധാരണയുള്ള ഒരു ഷോർട്ട് സ്റ്റോറിനേക്കാളും ചെറുതുമായിരിക്കും. ഇതാണ് എന്ത്? ഷോർട്ട് സ്റ്റോറി. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ദ യൂണിക്കോൺ ഇൻ ദ ഗാർഡൻ ബൈ ജെയിംസ് തെർബർ. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? ലോങ് ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറിയിൽ തന്നെ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്റ്റോറീസിനെയാണ് നമ്മളിത് വിളിക്കുന്നത് ലോങ് ഷോർട്ട് സ്റ്റോറി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ദിസ് ഇസ് എ സ്റ്റോറി ദാറ്റ് ഈസ് ലോങ്ങർ ആൻഡ് മോർ ഡീറ്റെയിൽഡ് ദാൻ ആൻ ആവറേജ് ഷോർട്ട് സ്റ്റോറി ബട്ട് ഷോർട്ടർ ദാൻ നോവല്ല. അതായത് നോവല്ലേനേക്കാളും ചെറുതായിരിക്കും, പക്ഷെ ഒരു ആവറേജ് ഷോർട്ട് സ്റ്റോറിനേക്കാളും വലുതായിരിക്കും. ഒരു ആവറേജ് ഷോർട്ട് സ്റ്റോറിനേക്കാളും എന്തായിരിക്കും? ലോങ്ങർ ആയിരിക്കും. അതുപോലെ തന്നെ ഷോർട്ടർ ദാൻ നോവല്ല. നോവല്ല എന്ന് പറഞ്ഞാൽ 12,000 to 15,000 വരെ വേർഡ്സ് ഉള്ള സ്റ്റോറീസിനാണ് നമ്മൾ വിളിക്കുന്നത് നോവല്ല. ഇറ്റ് ഈസ് ഷോർട്ടർ ദാൻ എ നോവല്ല ബട്ട് ലോങ്ങർ ദാൻ എ ആവറേജ് ഷോർട്ട് സ്റ്റോറി എന്നാണ് പറയുന്നത്. ആൻ എക്സാമ്പിൾ ഈസ് പാർസൺസ് പ്ലഷർ ബൈ റോൾഡ് ദാൽ. ഓക്കെ, ഈ പാർസൺസ് പ്ലഷർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി അതിൻ്റെ എക്സാമ്പിളാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. എഡ്ഗർ അലൻ പോനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് അടുത്ത യൂണിറ്റുകളിൽ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഷോർട്ട് ഫിക്ഷൻ ആൻഡ് ലോങ് ഫിക്ഷൻ, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. സോ 2 തരം ഫിക്ഷൻസ് ഉണ്ട്. ഷോർട്ട് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ട് സ്റ്റോറിനെയാണ് എന്ത് വിളിക്കുന്നത്? ഷോർട്ട് ഫിക്ഷൻ. ലോങ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നോവൽസ് ആണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോത്ത് ഷോർട്ട് ഫിക്ഷൻ ആൻഡ് ലോങ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നോവൽ ആർ ഫോംസ് ഓഫ് പ്രോസ് നെഗറ്റീവ്. രണ്ടും പ്രോസിൽ വരുന്ന കാറ്റഗറീസ് ആണ്. ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദം ലൈസ് ഇൻ ദെയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സ്കോപ്പ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തിലാണ് വരുന്നത്? ഈ നോവലും ഷോർട്ട് സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തിലൊക്കെയാണ് വരുന്നത്? ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്താണ്, നീളം, എത്ര നീളമുണ്ട്. നോവൽ നല്ല നീളം ഉണ്ടാവും, ഷോർട്ട് സ്റ്റോറി കുഞ്ഞനായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ്. ഓക്കെ, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷൻ, അത് എത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിനൊക്കെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് അതിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ്, അതിൽ എത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലും ഇതിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ മേജറായിട്ട് വരുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓർ പ്രൊപ്പോർഷൻ ഓഫ് എ ഷോർട്ട് സ്റ്റോറി ഈസ് സ്മോളർ ആസ് ഇറ്റ് ഡീൽ വിത്ത് എ സിംഗിൾ ഇവൻറ്റ്, മൊമെൻറ്റ് ഓർ എ ക്യാരക്ടർ. ഷോർട്ട് സ്റ്റോറിയുടെ മാഗ്നിറ്റ്യൂഡും പ്രൊപ്പോർഷൻ എന്താണ്? സ്മോളറാണ്, ചെറുതാണ്. ആസ് ഇറ്റ് ഡീൽസ് വിത്ത് എ സിംഗിൾ ഇവൻറ്റ്, മൊമെൻറ്റ് ഓർ ക്യാരക്ടർ. കാരണം എപ്പോഴും ഷോർട്ട് സ്റ്റോറി എപ്പോഴും പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും, എന്തെങ്കിലും നടന്നൊരു സംഭവത്തിനെ കുറിച്ചായിരിക്കും. നോവൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇത് ഒരു സംഭവത്തിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു മൊമെൻറ്റിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കുറിച്ചായിരിക്കും. അതാണെന്ത് ഷോർട്ട് സ്റ്റോറിയുടെ പ്രത്യേകത.
A novel, on the other hand, is long and includes many characters, incidents and subplots. അതായത് ഒരു നോവലിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അതിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സബ് പ്ലോട്ടുകൾ ഉണ്ടാവും. സബ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നായകനും നായികയും തമ്മിലുള്ള പ്രണയമാണെങ്കിൽ അതാണ് അതിലെ മെയിൻ പ്ലോട്ട്. അതിൻ്റെ തൊട്ടുപുറത്ത് ചിലപ്പോൾ നായകൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ലൈഫ് കാണിക്കുന്നുണ്ടാവും, അതാണ് അതിലെ സബ് പ്ലോട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സബ് പ്ലോട്ടുകളും ഒരു മെയിൻ പ്ലോട്ടും ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ വരുന്നതാണ് എന്ത്, നോവൽ. സോ ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ ഷോർട്ട് സ്റ്റോറി ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ. The scope or capacity of short story is narrow and concentrated, while a novel has a wider and more detailed scope. സ്കോപ്പ് ആൻഡ് കപ്പാസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതിൽ എത്ര കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് സ്കോപ്പ് ആൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓഫ് എ ഷോർട്ട് സ്റ്റോറി ഈസ് നാരോ ആൻഡ് കോൺസെൻട്രേറ്റഡ്. നാരോ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ആൻഡ് കോൺസെൻട്രേറ്റഡ്, ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ. വൈൽ നോവൽ ഹാസ് എ വൈഡർ ആൻഡ് മോർ ഡീറ്റെയിൽഡ് സ്കോപ്പ്. പക്ഷെ നോവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നോവലിൽ ഉൾപ്പെടുത്താൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് നമുക്കതിൽ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. എ ഷോർട്ട് സ്റ്റോറി ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് വെറാസ് എ നോവൽ അലോസ് ഡൈഗ്രഷൻ ആൻഡ് സബ്പ്ലോട്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫോക്കസ്ഡ് ആയിരിക്കും ഷോർട്ട് സ്റ്റോറി. നോവൽ ഡൈഗ്രഷൻ ആൻഡ് സബ്പ്ലോട്ട്. ഡൈഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് ഇങ്ങനെ വ്യതിചലിച്ച് പോകും. ഇപ്പോൾ ഒരു മെയിൻ സ്റ്റോറി പറയുകയാണെങ്കിൽ അതല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചിലപ്പോൾ കുറേ ഒരു 2-3 ഒരു 100 പേജ് ചിലപ്പോൾ അങ്ങനെ പോകുന്നുണ്ടാവും. ഒരു 50, 10, 20 പേജ് അങ്ങനെ പോകും. പിന്നെ മെയിൻ സ്റ്റോറിക്ക് വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഡൈഗ്രഷൻസ് ഉണ്ടാവും എന്തിന്, നോവലിൽ. അതുപോലെ തന്നെ സബ് പ്ലോട്ടുകൾ ഉണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇതൊക്കെയാണ് നോവലിൻ്റെ ചില ഫീച്ചേഴ്സ്. ഓക്കെ. അതേപോലെ തന്നെ ഇൻ ഷോർട്ട് ഫിക്ഷൻ compared to a photograph, sorry in alla a ആണ്, a short story is often ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, സബ്പ്ലോട്ട്. ഇൻ ഷോർട്ട് ഫിക്ഷൻ, ഓക്കെ, ഇവിടെ ഇൻ ഷോർട്ട് ഫിക്ഷൻ ക്യാരക്ടേഴ്സ് ആർ റിവീൽഡ് ത്രൂ ദെയർ ആക്ഷൻ ആൻഡ് ഡയലോഗ്സ്. ഷോർട്ട് ഫിക്ഷനിൽ എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അവരുടെ ആക്ഷൻസും ഡയലോഗ്സും കേട്ടിട്ടാണ് നമ്മൾ ഷോർട്ട് ഫിക്ഷനിലുള്ള ക്യാരക്ടേഴ്സിനെ തിരിച്ചറിയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുന്ന സമയത്ത് അതിലുള്ള ക്യാരക്ടറിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക, ഹൗ വി അണ്ടർസ്റ്റാൻഡ്. അവർ പറയുന്ന ഡയലോഗ് കേട്ടിട്ട് ഇയാൾ നല്ലതാണ് സംസാരിക്കുന്നത്, അപ്പോൾ നല്ല ക്യാരക്ടറാണ്. അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട്, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബാഡാണ്. ഒരാൾക്ക് എപ്പോഴും നല്ലത് ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത്, അയാൾ നല്ലതാണ്. അല്ലെങ്കിൽ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ദിസ് ഈസ് ഹൗ വി നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ക്യാരക്ടർ ത്രൂ ദെയർ ആക്ഷൻ ആൻഡ് ഡയലോഗ്സ്. ഇങ്ങനെയാണ് ഷോർട്ട് സ്റ്റോറിയിൽ നമ്മളൊരു ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇൻ നോവൽസ് ക്യാരക്ടേഴ്സ് ആർ റിവീൽഡ് ത്രൂ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ്. പക്ഷെ നോവലിൻ്റെ കേസിൽ എന്താണ്, ലെങ്ത് കൂടുതലാണ്, അതിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. സോ എന്താ ചെയ്യുക, ഒരു ക്യാരക്ടറിനെ കുറിച്ച്, ഇപ്പോൾ നായകനാണെന്നുണ്ടെങ്കിൽ നായകനെ കുറിച്ചൊരു 2 പേജ് ചിലപ്പോൾ എഴുതിയിട്ടുണ്ട്. നായകൻ്റെ മുഖം ഇങ്ങനെയാണ്, കണ്ണിങ്ങനെയാണ്, മൂക്ക് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സംസാരം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു, മുന്നിങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെയായിരുന്നു, അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോവലിൽ എഴുതും. അങ്ങനെയാണ് നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. എ ഷോർട്ട് സ്റ്റോറി ഈസ് ഓഫൻ കമ്പയർഡ് ടു എ ഫോട്ടോഗ്രാഫ്. ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫ് പോലെയാണെന്നാണ് പറയുന്നത്. ക്യാപ്ചറിങ് വൺ വിവിഡ് മൂമെൻറ്റ് ഓഫ് എ ലൈഫ്. അതായത് ഒരു ഫോട്ടോ കാണുന്ന പോലെയാണ് നമ്മളൊരു ഷോർട്ട് സ്റ്റോറി എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ഫോട്ടോഗ്രാഫ്. എ നോവൽ ഈസ് കമ്പയർഡ് ടു എ മൂവി. പക്ഷേ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു മൂവി കാണുന്ന പോലെയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു ഫോട്ടോ കാണുമ്പോഴും നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ചില ഫോട്ടോസ് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും, അതിൽ ഒരുപാട് മെസ്സേജസ് ഉണ്ടാവും. അതുപോലെയാണ് ഒരു ഷോർട്ട് സ്റ്റോറി. നോവൽ എന്ന് പറഞ്ഞാൽ ഒരു മൂവി കാണുന്ന പോലെയാണ്. ഒരുപാട് മൂവിങ് ഇമേജസ് എവിടെ ഉണ്ടാവും, ഒരു മൂവിയിൽ ഉണ്ടാവും. അപ്പോൾ അതാണെന്ത്, അത് നോവൽ പോലെയാണെന്നാണ് പറയുന്നത്. ഷോയിങ് എ ലോങ് സീക്വൻസ് ഓഫ് ഇവൻറ്റ് ഓവർ ടൈം. ഓക്കെ. ബോത്ത് ദ ഷോർട്ട് സ്റ്റോറി ആൻഡ് ദ നോവൽ ക്യാൻ എക്സ്പ്രസ് കോമിക്, ട്രാജിക്, റൊമാൻറ്റിക്, സെറ്റാറിക്, ഫാൻറ്റസിക് ഓർ ഫാൻറ്റാസ്റ്റിക് ഓർ റിയലിസ്റ്റിക് തീംസ്. ഓക്കെ. അതായത് നോവലിലും ഷോർട്ട് സ്റ്റോറിയിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തീമുകൾ കാണാം.
ചിലപ്പോൾ കോമിക് ആയിരിക്കും, ഭയങ്കര രസമുള്ള ഫണ്ണായിട്ടുള്ളത്. ചിലപ്പോൾ ട്രാജിക് ആയിരിക്കും, ഭയങ്കര ട്രാജഡി, അവസാനം ഭയങ്കര ദുരിതം ദുഃഖമായിരിക്കും. ചിലപ്പോൾ റൊമാൻറ്റിക് ആയിരിക്കും, ചിലപ്പോൾ സറ്റയറിക് ആയിരിക്കും, ആളുകളെ കളിയാക്കുന്ന തരത്തിലുള്ള സറ്റയറിക് ആയിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ഫാൻറ്റാസ്റ്റിക് ആയിരിക്കും. ഫാൻറ്റാസ്റ്റിക് മീൻസ് ഒരുപാട് ഫാൻറ്റസീസും കാര്യങ്ങളൊക്കെ വരുന്ന സ്പൈഡർമാനൊക്കെ പോലെയുള്ള അത്തരം നോവലുകളും ഷോർട്ട് സ്റ്റോറീസും ഉണ്ട്. അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിരിക്കും, യഥാർത്ഥമായിട്ട് സംഭവിച്ച പോലെയുള്ള ഫിക്ഷണൽ ആയിട്ടുള്ള കഥകളായിരിക്കും. ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകൾ നമുക്ക് നോവലിലും ഷോർട്ട് സ്റ്റോറീസിലും കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സിമിലാരിറ്റിയാണ് ഷോർട്ട് സ്റ്റോറിയും നോവലും തമ്മിലുള്ള. എ ഷോർട്ട് സ്റ്റോറി ഓൾസോ ഡിഫർ ഫ്രം anecdote, which is a shorter and often humorous account of an incident that may or may not have a developed plot. ഇത് അനക്ഡോട്ട് എന്താണെന്നുള്ളതിൻ്റെ ഫീച്ചറാണ് കേട്ടോ ഇത്. ഓക്കെ, അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ ഷോർട്ടർ ആൻഡ് ഓഫൺ ഹ്യൂമറസ് അക്കൗണ്ട് ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് എ ഡെവലപ്ഡ് പ്ലോട്ട്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച്, ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന സ്റ്റോറീസാണ്. നമ്മൾ ഈ പ്രസംഗത്തിലൊക്കെ യൂസ് ചെയ്യും. അന്ന് ഞാൻ അവിടെ പോയ സമയത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്പീച്ചിൽ പ്രസംഗങ്ങളിലൊക്കെ കാണാൻ പറ്റും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അനക്ഡോട്ട് എന്ന് പറയുന്നത്. അതിന് ചിലപ്പോൾ നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലോട്ട് ഉണ്ടാവും. ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു തീമും പ്ലോട്ടും സ്റ്റോറിയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ചെറിയ സംഭവം മാത്രമായിരിക്കും. അതാണ് അനക്ഡോട്ട്. അപ്പോൾ എ ഷോർട്ട് സ്റ്റോറി ഓൾസോ ഡിഫേഴ്സ് ഫ്രം അൻ അനക്ഡോട്ട് എന്നാണ് പറയുന്നത്. ഷോർട്ട് സ്റ്റോറി എപ്പോഴും അനക്ഡോട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടാവും, ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഒരു അവസാനമൊക്കെ ഉണ്ടാവും. അതാണ് ഷോർട്ട് സ്റ്റോറി. ദ പോപ്പുലാരിറ്റി ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്രീസ്ഡ് ആസ് പീപ്പിൾ lives became busier and they had less leisure time to read long novels. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഭയങ്കര പോപ്പുലർ ആയത്? എന്തുകൊണ്ടാണ്? നോവൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണം. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, പീപ്പിൾ ലൈഫ്സ് ബിക്കം ബിസിയർ. ആളുകൾ ബിസി ആയ സമയത്ത് അവർക്ക് വലിയ നോവൽസ് വായിക്കാൻ സമയമില്ല. സോ ലെസ് ലെഷർ ടൈം എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈമിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ലെഷർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ ടൈം ഇല്ലാണ്ടായപ്പോഴാണ് ആളുകൾ നോവൽ വായന നിർത്തിയിട്ട് സ്റ്റോർട്ട് സ്റ്റോറി വായിക്കാൻ കൂടുതൽ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പോപ്പുലാരിറ്റി കൂട്ടിയത് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറിയും ലോങ് സ്റ്റോറി മീൻസ് നോവൽസ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ചില സിമിലാരിറ്റീസും. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. എന്തൊക്കെയാണ് ഷോർട്ട് സ്റ്റോറിയുടെ എലമെൻറ്റ്സ് എന്നത്? എവറി ഷോർട്ട് സ്റ്റോറി ഈസ് ബിൽഡ് അപ്പോൺ സം ബേസിക് എലമെൻറ്റ്സ് ദാറ്റ് മേക്ക് ഇറ്റ് കംപ്ലീറ്റ് ആൻഡ് മീനിങ്. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി മീനിങ് ഫുള്ളും കംപ്ലീറ്റും ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള ബേസിക് എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ പറഞ്ഞത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. എന്തിന്? നമുക്കൊരു ഷോർട്ട് സ്റ്റോറി മീനിങ് ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ സം എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. The three primary elements of short fiction are plot, character and settings. ഓക്കെ, അപ്പോൾ 3 പ്രൈമറി ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഒരു ഷോർട്ട് സ്റ്റോറിക്കുള്ളത്. അതെന്തൊക്കെയാണ്? 3 പ്രൈമറി എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് പ്ലോട്ട്, രണ്ടാമത്തത് ക്യാരക്ടർ, മൂന്നാമത്തത് സെറ്റിംഗ്. ഈ 3 കാര്യങ്ങളാണ് ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പ്രൈമറി ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. The plot tells the reader what happens in the story. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കഥയിൽ, അത് നോവലാവട്ടെ ഷോർട്ട് സ്റ്റോറി ആവട്ടെ എന്തോ ആവട്ടെ, ആ കഥയിൽ എന്താണ് സംഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കഥ വായിച്ചിട്ട് അതിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മളതിനെ തിരിച്ച് പറയില്ലേ? നമ്മളൊരു സിനിമ കണ്ടിട്ട് നമ്മൾ വേറെ ഒരാൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കില്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ കഥ തിരിച്ച് പറഞ്ഞു കൊടുക്കില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലോട്ട് എന്ന് പറയുന്നത്. ദ ക്യാരക്ടർ ടെൽസ് ദ റീഡർ ഹൂ ദ സ്റ്റോറി ഈസ് അബൌട്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് എന്താണ്? ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്യാരക്ടർ ടെൽ ദ റീഡർ ഹൂ ദ സ്റ്റോറി ഈസ് അബൌട്ട്. അതായത് ക്യാരക്ടറാണ് നമ്മൾ റീഡേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് എന്ത്? ഹൂ ദ സ്റ്റോറി ഈസ് അബൌട്ട്. ഈ സ്റ്റോറി ആരെക്കുറിച്ചാണെന്നുള്ളത് ക്യാരക്ടറാണ് നമ്മൾ റീഡേഴ്സിന് പറഞ്ഞു തരുന്നത്. സോ ക്യാരക്ടർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദ സെറ്റിംഗ്
The setting tells the reader where and when the story take place. സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്റ്റോറി നടക്കുന്ന സ്ഥലം, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഏത് കാലഘട്ടത്തിലാണ്, ഇതിനൊക്കെയാണ് നമ്മൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സെറ്റിങ്സ് ആണ് എന്ന് പറയുന്നത് വേർ ആൻഡ് വെൻ ദ സ്റ്റോറി ടേക്ക് പ്ലേസ്. എവിടെയാണ്, എപ്പോഴാണ് ആ സ്റ്റോറി നടക്കുന്നത് എന്ന് പറയുന്നത്. സോ ഈ 3 എലമെൻറ്റ്സ് ആണ് ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പ്രൈമറി എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. These primary elements help to answer questions such as where the story occurs, what happens, how it happens and whom it happens. So ഈ 3 എലമെൻറ്റ്സ് ആണ് ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നത്. When the story occurs, occur എന്ന് പറഞ്ഞാൽ occur means happen. ഹാപ്പൻ്റെ സിനോണിയം ആണ് എന്ത്? occur എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ what happened, where the story occurs, എവിടെയാണ്. അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിക്കുന്നത്. ഹൗ ഇറ്റ് ഹാപ്പൻ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ആൻഡ് ടു ഹൂം ഇറ്റ് ഹാപ്പൻസ്, അതുപോലെ തന്നെ അത് ആർക്കാണ് സംഭവിക്കുന്നത്. ഈ 3 കാര്യങ്ങളും പറയുന്നത് ഈ 3 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്താണ്. ക്യാരക്ടർ, പ്ലോട്ട് ആൻഡ് സെറ്റിങ്സ്. The three secondary elements are point of view, style and theme. അതുപോലെ തന്നെ 3 സെക്കൻഡറി എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ 3 പ്രൈമറി എലമെൻറ്റ്സിനെ കുറിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ 3 സെക്കൻഡറി എലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 പോയിന്റ് ഓഫ് വ്യൂ, 2 സ്റ്റൈല്, 3 തീം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും ഏതൊക്കെയാണ് ഷോർട്ട് ഫിക്ഷൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിയുടെ പ്രൈമറി എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് സെക്കൻഡറി എലമെൻറ്റ്സ് എന്നൊക്കെ ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ദീസ് സെക്കൻഡറി എലമെൻറ്റ്സ് ഹെൽപ്പ് ടു ഷേപ്പ് ദ ടോൺ, സ്ട്രക്ചർ ആൻഡ് മീനിങ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ സെക്കൻഡറി എലമെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ, സ്റ്റൈൽ ആൻഡ് തീമാണ് ഒരു സ്റ്റോറിയുടെ ഷേപ്പും ടോണും, അതുപോലെ തന്നെ സ്ട്രക്ചർ, അതുപോലെ തന്നെ മീനിങ് ഓഫ് ദ സ്റ്റോറി, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ സെക്കൻഡറി എലമെൻറ്റ്സ് ആണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ എക്സാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അതിലെ ഓരോ ഏരിയാസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ആദ്യമായിട്ട് പ്രൈമറി എലമെൻറ്റ്സ് ആയിട്ടുള്ള പ്ലോട്ടിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് പ്ലോട്ട്? ദ പ്ലോട്ട് ഈസ് ദ സ്ട്രക്ചർ ഓർ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. ഓക്കെ, എന്താണ് പ്ലോട്ട്? എന്താണ് പ്ലോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്തേണ്ടത്. ദ സ്ട്രക്ചർ ആൻഡ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ഇവൻറ്റ് ഇൻ എ സ്റ്റോറി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലോട്ട്. ഒരു കഥയുടെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലോട്ട് എന്ന് പറയുന്നത്. ദ സ്റ്റോറി ആൻഡ് ദ പ്ലോട്ട് ആർ നോട്ട് ദ സെയിം. കഥയും പ്ലോട്ടും ഡിഫറെൻ്റ് ആണ്. എന്താണ് കാരണം? ദൗ ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ്. അതായത് കഥയും സ്റ്റോറിയും പ്ലോട്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷേ അത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ദ സ്റ്റോറി ഈസ് സിംപ്ലി ദ സീക്വൻസ് ഓഫ് എവൻറ്റ് ടോൾഡ് ഇൻ ദെയർ നേച്ചുറൽ ഓർഡർ. സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കഥ വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് വായിച്ച് പോയിട്ടല്ല എൻഡിലേക്ക് എത്തുന്നത്. അതാണ് സ്റ്റോറി. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലോട്ട് ഈസ് ദ ആർട്ടിസ്റ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ദോസ് ഇവൻറ്റ്സ് ടു ക്രിയേറ്റ് ക്യൂരിയോസിറ്റി ആൻഡ് ഇമോഷണൽ എഫക്റ്റ്. പക്ഷേ നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്ന സമയത്ത് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യലാണ്. ചില സ്ഥലങ്ങളിൽ ആ സ്റ്റോറിയുടെ ചില ഭാഗങ്ങളിൽ അത് കുറച്ചും കൂടി ഉദ്യോഗജനകമാക്കും. കുറച്ച് എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട്, കുറച്ച് സസ്പെൻസ് ഒക്കെ കൊടുത്തിട്ട്, അതിന് കുറച്ച് ആർട്ടിസ്റ്റിക് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യും. ചില സമയത്ത് കുറച്ച് കാവ്യാത്മകമായിട്ട് പറയും, ചിലപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ ഒരു സ്റ്റോറിനെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ക്യൂരിയോസിറ്റിയും എമോഷണൽ എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നത് അതിൻ്റെ പ്ലോട്ടിൻ്റെ പണിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്ലോട്ടും സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇവിടെയാണ് കാണുന്നത്. E.M. ഫോസ്റ്റർ എക്സ്പ്ലെയിൻഡ് ദിസ് ഡിഫറൻസ് ക്ലിയർലി. E.M. ഫോസ്റ്റർ എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട്, ഒരു ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറി നോവലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പുള്ളി ഇതിൻ്റെ ഡിഫറൻസ് ക്ലിയർലി പറയുന്നുണ്ട്. ദ കിങ് ഡൈഡ് ആൻഡ് ദ ക്യൂൺ ഡൈഡ് ഈസ് എ സ്റ്റോറി. ദ കിങ് ഡൈഡ് ആൻഡ് ദ ക്യൂൺ ഡൈഡ് ഓഫ് ഗ്രീഫ് ഈസ് എ പ്ലോട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റോറിയിൽ എഴുതുകയാണ് എന്ത്? രാജാവ് മരിച്ചു, അതിനുശേഷം രാജ്ഞി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്റ്റോറിയാണ്. അതൊരു കഥയായിട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയാം. പക്ഷെ അത് പ്ലോട്ടാവുമ്പോൾ, അതായത് അതിനൊരു എഫക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഒരു സ്റ്റോറിയിൽ നമ്മൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത്? ഒരു പ്ലോട്ടാക്കിയിട്ട് എങ്ങനെയാണ് അതിനെ എഴുതേണ്ടത്? ദ കിങ് ഡൈഡ്, രാജാവ് മരിച്ചു, ആൻഡ് ദെൻ ദ ക്യൂൺ ഡൈഡ് ഓഫ് ഗ്രീഫ്. രാജാവ് മരിച്ചപ്പോൾ അതിലെ സങ്കടം സഹിക്കവയ്യാതെ
ക്യൂന് രാജ്ഞിയും മരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പ്ലോട്ടാണ്. കാരണം അതിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു, ഗ്രീഫ് എന്ന് പറഞ്ഞിട്ട് സാധനമൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ എന്തായി, അതിനൊരു സ്ട്രക്ചർ വന്നു, അതിൽ ക്യൂരിയോസിറ്റി വന്നു, ഇമോഷൻ വന്നു, അപ്പോൾ അതൊരു പ്ലോട്ടായിട്ട് മാറി. ഇതാണ് പ്ലോട്ടും അതുപോലെ തന്നെ സ്റ്റോറിയും തമ്മിലുള്ള ഡിഫറൻസ്. ദ സ്റ്റോറി ആൻസർ ദ ക്വസ്റ്റ്യൻ ഹൂ, വാട്ട് ആൻഡ് വേർ. സ്റ്റോറി എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അത് എന്താണ് ആൻസർ ചെയ്യുന്നത്? നമ്മളൊരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിലെ ക്യാരക്ടർ, എന്താണ് അവരുടെ പ്രശ്നം, അതുപോലെ തന്നെ എവിടെയാണ് ഇത് നടക്കുന്നത്, ഇതൊക്കെ നമുക്കൊരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. വൈൽ ദ പ്ലോട്ട് ആൻസേഴ്സ്, പ്ലോട്ടാണ് എന്താ ആൻസർ ചെയ്യുന്നത്? പ്ലോട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഹൗ, വെൻ, വൈ, എങ്ങനെയാണിത് സംഭവിച്ചത്, വെൻ എവിടെ വെച്ചാണിത് സംഭവിച്ചത്, അല്ലെങ്കിൽ വൈ എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലോട്ടിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക. ഇതാണ് പ്ലോട്ടും സ്റ്റോറിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. എ ഗുഡ് പ്ലോട്ട് കീപ്സ് ദ റീഡർ ഇൻട്രസ്റ്റഡ് ആൻഡ് ഇമോഷണലി ഇൻവോൾവ്ഡ് ഇൻ ദ സ്റ്റോറി. എ ഗുഡ് പ്ലോട്ട് കീപ്സ് ദ റീഡർ ഇൻട്രസ്റ്റഡ് ആൻഡ് ഇമോഷണലി ഇൻവോൾവ്ഡ് ദ സ്റ്റോറി. അതായത് ഒരു നല്ല പ്ലോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോറിയിൽ നമ്മളെ ഇമോഷണലി ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലോട്ടിൻ്റെ ചില പ്രത്യേകതകളാണിത്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ നോക്കി വെക്കുക. എന്താണ് പ്ലോട്ട് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമറി എലമെൻസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് സ്റ്റോറീസ് ബേസ്ഡ് ഓൺ എംഫസിസ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സ്റ്റോറീസിന് തന്നെ 2 തരം സ്റ്റോറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദർ ആർ 2 ടൈപ്പ് ഓഫ് സ്റ്റോറീസ്. എംഫസിസ് എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യുന്നതാണ്. എംഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തിനാണോ ഫോക്കസ് കൊടുക്കുന്നത്, 2 തരം കാര്യങ്ങളിലാണ് ഒരു സ്റ്റോറി ഫോക്കസ് കൊടുക്കുന്നത്. അത് ഏതിലൊക്കെയാണ്? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ഓൺ എംഫസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 ആൻസറാണ് അതിന് വരേണ്ടത്. സ്റ്റോറീസ് ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് സ്റ്റോറീസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് 2 പ്രധാനപ്പെട്ട തരം സ്റ്റോറീസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് സ്റ്റോറീസ് ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ദീസ് സ്റ്റോറീസ് ഫോക്കസ് ഓൺ വാട്ട് ഹാപ്പൻസ് ആൻഡ് ഹൗ ദ ഇവൻറ്റ്സ് ആർ അറേഞ്ച്ഡ്. അതായത് ഒരു സ്റ്റോറി, അതിൽ ഒരു സംഭവത്തിനെ കുറിച്ച്, ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്ന തരത്തിലുള്ള സ്റ്റോറി, അതിനെയാണ് നമ്മൾ സ്റ്റോറീസ് ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. അതിൽ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത് എന്നതിലായിരിക്കും ഫോക്കസ് ചെയ്തിരിക്കുക. കുറേ കാര്യങ്ങൾ, കുറേ സംഭവങ്ങൾ, കുറേ ഇവൻറ്റ്സുകളായിരിക്കും അതിലുണ്ടാവുക. അതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഡിറ്റക്റ്റീവ് അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഇതായിരിക്കും. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കേസ് അന്വേഷണം, കുറ്റാന്വേഷണം. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും മല കയറാൻ പോവുകയോ അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ടാവില്ല, അതിനെയാണ് അഡ്വഞ്ചർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സ്റ്റോറീസൊക്കെ സ്റ്റോറീസ് ഓഫ് ഇൻസിഡൻറ്റുകളാണ്. സ്റ്റോറീസ് ഓഫ് ക്യാരക്ടർ ഉണ്ട്, രണ്ടാമത്തെ കാറ്റഗറി. ബേസ്ഡ് ഓൺ എംഫസിസ് എന്നാണ് സ്റ്റോറീസ് ഓഫ് ക്യാരക്ടറാണ്. ദീസ് സ്റ്റോറീസ് ഫോക്കസ് ഓൺ ദ പേഴ്സണാലിറ്റി, ഇമോഷൻ ആൻഡ് സൈക്കോളജി ഓഫ് എ ക്യാരക്ടർ. ചില സ്റ്റോറീസ് ഉണ്ടാവും ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ചായിരിക്കും. അപ്പോൾ അതിലെ നടനെക്കുറിച്ച്, ആ നടൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ സങ്കടം, അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന സ്റ്റോറീസ് ഉണ്ട്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സ്റ്റോറീസ് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. റൈറ്റേഴ്സ് ലൈക്ക് ഏണസ്റ്റ് ഹെമിംഗ്വേ, ആൻറ്റോൺ ചെക്കോവ്, ഇവരൊക്കെ ഇത്തരം സ്റ്റോറീസ് എഴുതുന്ന ആളാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ റൈറ്ററാണ്. ആൻറ്റൺ ചെക്കോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ റൈറ്ററാണ്. രണ്ടുപേരും ഷോർട്ട് സ്റ്റോറീസ് എഴുതിയ ആളുകളാണ്, നോവൽസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് ഇത്തരം ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിരുന്ന ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എംഫസിസ്, ബേസ്ഡ് ഓൺ എംഫസിസ് ഏതെല്ലാം ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ആണുള്ളത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത് എന്താണ്? ക്രൊണോളജിക്കൽ ആൻഡ് അനാക്രൊണോളജിക്കൽ പ്ലോട്ട്സ്. അതുപോലെ തന്നെ പ്ലോട്ട് എന്ന് പറയാൻ നമുക്കറിയാം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ പ്ലോട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് ക്രൊണോളജിക്കൽ, മറ്റൊന്ന് അനാക്രൊണോളജിക്കൽ. എന്താണ് ക്രൊണോളജിക്കൽ? എ ക്രൊണോളജിക്കൽ പ്ലോട്ട് പ്രസൻസ് ഇവൻറ്റ്സ് ഇൻ ഓർഡർ ദേ ഹാപ്പൻ. അതായത് കറക്റ്റ് ഓർഡറിൽ എഴുതുന്ന സ്റ്റോറീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ജനിച്ചു, പിന്നെ അയാൾ കുറച്ച് കാലം കഴിഞ്ഞ് സ്കൂളിൽ പോയി, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, മരിച്ചു. ഇതാണ് ക്രൊണോളജിക്കൽ ഓർഡർ. താഴെ നിന്ന് കറക്റ്റായിട്ട് പോകുന്നതിനാണ് ക്രൊണോളജിക്കൽ ഓർഡർ.
അതിന് അത്തരം പ്രസൻസ് ഇവൻറ്റ് ഇൻ എ ഓർഡർ ദേ ഹാപ്പൻഡ്, അതിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ പ്ലോട്ട് എന്ന് പറയുന്നത്. അനാക്രോണോളജിക്കൽ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ആൾസോ കോൾഡ് നോൺ ലീനിയർ പ്ലോട്ട്. അനാക്രോണോളജിക്കൽ പ്ലോട്ടിൻ്റെ മറ്റൊരു പേരാണ് നോൺ ലീനിയർ പ്ലോട്ട്. നോൺ ലീനിയർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഇവൻറ്റ്സ് ഔട്ട് ഓഫ് ദ ഓർഡർ യൂസിങ് ടെക്നിക്സ് സച്ച് ആസ് ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ഫോർവേഡ്. അതായത് ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും വരും. അതായത് ഒരു കുട്ടി ജനിക്കും, ചിലപ്പോൾ കഥ തുടങ്ങുമ്പോൾ തന്നെ കുട്ടി മരിക്കുമായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഒരു കല്യാണം കഴിക്കുന്ന ഭാഗം കാണിച്ചിട്ടായിരിക്കും സ്റ്റോറി തുടങ്ങുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിനെ കുറിച്ച് ഓർമ്മ വരും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു വാർദ്ധക്യത്തിലേക്ക് പോകും, അല്ലെങ്കിൽ വീണ്ടും തുടങ്ങിയടുത്തേക്ക് തന്നെ പോകും. പിന്നെ അങ്ങനെ പോയിട്ട് വാർദ്ധക്യം, പിന്നെ ചിലപ്പോൾ വാർദ്ധക്യത്തിൽ നിന്ന് വീണ്ടും കുട്ടിക്കാലത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ നോൺ ലീനിയർ പ്ലോട്ട് അല്ലെങ്കിൽ അനാക്രോണോളജിക്കൽ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തരം പ്ലോട്ടുകളുണ്ട് പ്ലോട്ടിൻ്റെ കാറ്റഗറിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പ്ലോട്ടിൽ വരുന്നുണ്ട്. സോ നന്നായിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ പ്ലോട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പാർട്സ് ഓഫ് പ്ലോട്ട്. പ്ലോട്ടിൻ്റെ പാർട്സിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ദ എക്സ്പോസിഷൻ. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് എന്ത്? എക്സ്പോസിഷൻ. പ്ലോട്ട് ഹാസ് മെനി പാർട്സ്. അങ്ങനെ വേണം നിങ്ങൾ ആൻസർ തുടങ്ങാൻ. പ്ലോട്ട് ഹാസ് മെനി parts. First one is the exposition. എന്താണ് exposition? Is the beginning of the story where characters and settings are introduced. Exposition എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അത് ഏത് കാലഘട്ടത്തിലാണ് നടന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. The raising of action shows കോംപ്ലിക്കേഷൻ ഓർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ക്യാരക്ടേഴ്സ്. രണ്ടാമത്തെ പാർട്ടാണ് എന്ത്? റൈസിങ് ഓഫ് ആക്ഷൻ. അതായത് ഒരു ആക്ഷൻ, അതിലുള്ള പ്രധാനപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു ത്രെഡ് വേണം ടേക്കാതെ തുടങ്ങാൻ. അതിനെയാണ് നമ്മൾ റൈസിങ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഷോസ് കോംപ്ലിക്കേഷൻ ഓർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ക്യാരക്ടേഴ്സ്. അതിലുള്ള ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവണം, എന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോഴാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമോ ഒക്കെ കാണിച്ചു തരുന്ന ആ ഒരു ഏരിയയാണ് എന്ത്? റൈസിങ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തതാണ് ക്ലൈമാക്സ്. ക്ലൈമാക്സ് എന്താണ്? ഈസ് ദ ടേണിംഗ് പോയിന്റ് ഓർ ദ മൊമെന്റ് ഓഫ് ഹയസ്റ്റ് ടെൻഷൻ. അതായത് ആ കഥയിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഏരിയ, ഭയങ്കര ടെൻഷൻ അതിൻ്റെ പീക്കിലെത്തുന്ന ഏരിയ, ഹയസ്റ്റ് ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ടൈമാണ് എന്ത്? ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് എന്താണ്? ദ ഫാളിംഗ് ആക്ഷൻ. ഫാളിംഗ് ആക്ഷൻ ആണ് അടുത്ത പാർട്ട്. ഷോസ് ഹൗ ദ സ്റ്റോറി ബിഗിൻസ് ടു മൂവ് ഫോർവേഡ് റെസൊല്യൂഷൻ. അതായത് ആ സ്റ്റോറി, ഹൗ ദ സ്റ്റോറി ബിഗിൻസ് ടു മൂവ് ഫോർവേഡ് റെസൊല്യൂഷൻ. അതായത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എങ്ങനെയാണ് ആ സ്റ്റോറി എത്തുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ഫാളിംഗ് ഓഫ് ആക്ഷൻ. ക്ലൈമാക്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിലേക്ക് പോകുന്നല്ലോ, ആ ഒരു ഏരിയയാണ് ഫാളിംഗ് ഓഫ് ആക്ഷൻ. അടുത്തതാണ് ദ ഡെനോമ ഓർ റെസൊല്യൂഷൻ. ഡിനോമെ ഓർ റെസൊല്യൂഷൻ. ഡെനോമ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഡെനോമ ഓർ റെസൊല്യൂഷൻ പ്രൊവൈഡ്സ് ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദ സ്റ്റോറി. അതായത് അതിൻ്റെ അവസാന ഭാഗം, ഇത് ഹാപ്പി ആണോ സാഡാണോ എന്താണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന അവസാനത്തെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെനോമ ഓർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ എൻഡിങ് ഈസ് ട്രാജിക് ഇറ്റ് ഈസ് കോൾഡ് കറ്റാസ്ട്രോഫി. അതായത് എൻഡിങ് ട്രാജഡി ആണെങ്കിൽ, സങ്കടകരമാണെങ്കിൽ അതിനെ നമ്മൾ കറ്റാസ്ട്രോഫി എന്ന് വിളിക്കും. ഇഫ് ദ എൻഡിങ് ഈസ് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ, ഹാപ്പി എൻഡിങ് ആണെങ്കിൽ നമ്മളതിനെ കൺക്ലൂഷൻ എന്ന് വിളിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലോട്ടിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. എന്തൊക്കെയാണ് ഒരു പ്ലോട്ടിൻ്റെ പാർട്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 3 ways ടു ബിഗിൻ എ പ്ലോട്ട്. അതായത് ഇതിൽ തന്നെ ഒരു പ്ലോട്ട് എങ്ങനെ ബിഗിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ഏരിയാസും കൂടി നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതാണത്. അബ് ഓവോ അതൊരു ടേമാണ്. അപ്പോൾ ആ ടേമിനെ കുറിച്ച് പറയുന്നതാണ്. അബ് ഓവോ എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ബിഗിൻസ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് എവൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പാർട്ട് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. അബ് ഓവോ എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ബിഗിൻസ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ഇവൻറ്റ്സ്. ഓക്കെ, അതായത് ആ സ്റ്റോറിയുടെ ബിഗിനിങ്ങിനെയാണ് നമ്മൾ അപ്പ് ഓവോ എന്ന് പറയുന്നത്. ഇൻമീഡിയ റസ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ബിഗിൻസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്ഷൻ. അതായത് പല തരത്തിലാണ് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. അപ്പ് ഓവോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റോറി ബിഗിൻസ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ ഇവൻറ്റ്സ്. അതായത് തുടക്കം മുതൽ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ,
ഒരു കുട്ടി ജനിക്കുക, ആ ഒരു ഫസ്റ്റ് ഏരിയ എന്ന് തന്നെ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്തു പോകുന്നത്. അതിനെയാണ് നമ്മൾ അപ്പ് ഓവോ എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിക്കുന്നു, അങ്ങനെ സ്കൂളിൽ പോകുന്നു, അങ്ങനെ കഴിഞ്ഞൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവസാനം അത് സക്സസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യുന്നു. അത്തരം സ്റ്റോറീസിനെ നമ്മൾ അപ്പ് ഓവോ എന്ന് പറയും. ഇൻ മീഡിയ റെസ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ബിഗിൻസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്ഷൻ. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്നായിരിക്കും ആ സ്റ്റോറി തുടങ്ങുക. എന്തോ ഒരു വലിയ ടെൻഷൻ എന്നായിരിക്കും ആ സ്റ്റോറി. അപ്പോൾ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ റൈസിങ് ഓഫ് ആക്ഷനാണ്, അതിന് ബിഗിനിങ് ഒന്നുമില്ല. റൈസിങ് ഓഫ് ആക്ഷൻ എന്നാണ് സ്റ്റോറി തുടങ്ങുന്നത്. പിന്നെ പതുക്കെ അത് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ അവസാനത്തിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ ഇൻ മീഡിയ റെസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻ അൾട്ടിമ റെസ്. ഇൻ അൾട്ടിമ റെസ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ബിഗിൻസ് അറ്റ് ദ എൻഡ് ആൻഡ് ലേറ്റർ മൂവ് ബാക്ക്വേർഡ് ത്രൂ ഫ്ലാഷ് ബാക്ക്. അതായത് ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ അത് ഹാപ്പി എൻഡിങ് ആണോ ട്രാജിക് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുക. എന്നിട്ട് അയാൾ എങ്ങനെയാണ് മരിച്ചത്, മരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അയാൾ ആരായിരുന്നു എന്നിങ്ങനെ ബാക്കിലോട്ട് സ്റ്റോറി പോകും. ഇതിനെയാണ് ഇൻ അൾട്ടിമ റെസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 വേ ഓഫ് ബിഗിനിങ് ആണ്. ഒരു സ്റ്റോറി തുടങ്ങുന്നതിൻ്റെ 3 വേസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്കുക, നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് ഇൻ അൾട്ടിമ റെസ്, എന്താണ് അപ്പ് ഓവോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ക്യാരക്ടേഴ്സ്. ദ പ്ലോട്ട് ഓഫ് എ ഷോർട്ട് സ്റ്റോറി ഡെവലപ്സ് അറൗണ്ട് ഇറ്റ്സ് ക്യാരക്ടേഴ്സ്. സോ ഷോർട്ട് സ്റ്റോറീനെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്ലോട്ട് ഓഫ് എ ഷോർട്ട് സ്റ്റോറി ഡെവലപ്സ് അറൗണ്ട് ഇറ്റ്സ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്ലോട്ട് ഡെവലപ്പ് ആവുന്നത് എന്തിലൂടെയാണ്, അതിലുള്ള ക്യാരക്ടേഴ്സിലൂടെ ആണ് എന്നാണ് പറയുന്നത്. സോ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇവൻറ്റ് ഓഫ് ദ സ്റ്റോറി ബിക്കം ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻ ടു ദീസ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഈ ക്യാരക്ടേഴ്സിന് എന്താണ് സംഭവിക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്നാണ് പറയുന്നത്. ദ ഇവൻറ്റ് ഓഫ് ദ സ്റ്റോറി ബിക്കം ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻസ് ടു ദ ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിന് എന്താണ് സംഭവിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ക്യാരക്ടേഴ്സ് ക്യാൻ ബി ഹ്യൂമൻ ഓർ നോൺ ഹ്യൂമൻ. ഓക്കെ, ക്യാരക്ടേഴ്സ് ചിലപ്പോൾ മനുഷ്യന്മാരാവാം, ചിലപ്പോൾ മൃഗങ്ങളാവാം, അല്ലെങ്കിൽ മരങ്ങളാവാം. ഇതൊക്കെ ക്യാരക്ടേഴ്സ് ആവും. ഇപ്പോൾ ചില സ്റ്റോറീസ്, ഈ കുട്ടികളുടെ സ്റ്റോറീസൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കോഴി, കുറുക്കൻ, ഒട്ടകം, ഇവരൊക്കെ ആയിരിക്കും അതിൽ കഥാപാത്രങ്ങൾ. സോ നോൺ ഹ്യൂമൻ ആവാം, ചിലപ്പോൾ മരങ്ങളുടെയൊക്കെ കഥ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ആവാം, നോൺ ഹ്യൂമൻ ആവാം ക്യാരക്ടേഴ്സ്. വെൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ ഗിവൻ ടു ആനിമൽസ് ഓർ നോൺ ഹ്യൂമൻ ബീയിങ്സ് ഇറ്റ് ഈസ് കോൾഡ് ആന്ത്രോപോമോർഫിസം. ഓക്കെ, അതായത് മനുഷ്യൻ്റെ അതേപോലെ സംസാരിക്കുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന മരങ്ങൾ, പൂവ് സംസാരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിനെ when human qualities are given to animals or non-human beings it is called anthropomorphism. അപ്പോൾ ഇതുപോലെ സ്റ്റോറി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആന്ത്രോപോമോർഫിസം എന്ന് വിളിക്കുന്നത്. ആസ് സീൻ ഇൻ പഞ്ചതന്ത്ര ടേൽസ്. പഞ്ചതന്ത്ര കഥകളിലേക്ക് ഈ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. മൃഗങ്ങളൊക്കെ സംസാരിക്കും അത്തരം കഥകളിൽ. സോ ഇതിനെ നമ്മൾ ആന്ത്രോമോർഫിസം എന്നാണ് പറയുന്നത്. ദ നേച്ചർ, മോട്ടീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഡിറ്റർമൈൻ ദ ഇവൻറ്റ്സ് ഓഫ് ദ പ്ലോട്ട്. അതായത് ഒരു ക്യാരക്ടറിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോട്ടീവ്സ്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ, ഇതൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇത്തരം ഫീച്ചേഴ്സാണ് എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഇവൻറ്റ്സ് ഓഫ് ദ പ്ലോട്ട്. ആ പ്ലോട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്, ഇതൊക്കെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ബിഹേവിയർ അനുസരിച്ചിരിക്കും. ഒരു ക്യാരക്ടർ ഭയങ്കര മോശപ്പെട്ടൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ സ്റ്റോറിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോഴും ആ ഒരു സ്റ്റോറിയുടെ പ്ലോട്ട്, അല്ലെങ്കിൽ ആ ഒരു കഥയുടെ പ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഫീച്ചറാണ് ആ സ്റ്റോറിയിലെ ഇവൻറ്റ്സ്, അല്ലെങ്കിൽ ആ പ്ലോട്ടിലെ ഇവൻറ്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എന്നാണ് പറയുന്നത്. എ ക്യാരക്ടേഴ്സ് ഫിസിക്കൽ അപ്പിയറൻസ്, തോട്ട്സ് ആൻഡ് ഡയലോഗ് ഹെൽപ്പ് റിവീൽ ദെയർ പേഴ്സണാലിറ്റി. അതായത് ഒരു ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ തന്നെ തോട്ട്, അവൻ്റെ ചിന്തകൾ, അവൻ സംസാരിക്കുന്ന രീതി, ഡയലോഗ്സ്, ഇതൊക്കെയാണ് ആ ഒരു പേഴ്സണാലിറ്റിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി
റിവീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കാണിച്ചു തരുന്നത്. റിവീൽ ചെയ്യാന്നാൽ തുറന്ന് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ട്, ഡയലോഗൊക്കെയാണ്. ഒരു ക്യാരക്ടർ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എന്താണ് അവൻ്റെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ മെയിൻ ക്യാരക്ടർ ഈസ് കാൾഡ് ദ പ്രൊട്ടോഗണിസ്റ്റ്. അതായത് ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊട്ടോഗണിസ്റ്റ് എന്ന്. ദ ക്യാരക്ടർ ഹൂ ഒപ്പോസസ് ദ പ്രൊട്ടോഗണിസ്റ്റ്. അതായത് പ്രൊട്ടോഗണിസ്റ്റിനെ ആരാണോ എതിർക്കുന്നത് അവരെ നമ്മൾ എന്ത് വിളിക്കും? ആൻറ്റോഗോണിസ്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വില്ലൻ. മൈനർ ക്യാരക്ടേഴ്സ് ഹൂ സപ്പോർട്ട് ദ സ്റ്റോറി ആർ കാൾഡ് ടേർഷറി ക്യാരക്ടേഴ്സ്. അതായത് ഇതിൽ കുഞ്ഞു ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ടേർഷറി ക്യാരക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. A stock character is a familiar or typical figure who appears repeatedly in literature such as the wicked stepmother or the brave hero. പിന്നെ സ്റ്റോക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്റ്റോറീസിലും നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഒരു സ്റ്റെപ്പ് മദർ, അതായത് രണ്ടാനമ്മ. വിക്കഡ്, അതായത് ഭയങ്കര ദുഷ്ടയായിട്ടുള്ള ഒരു രണ്ടാനമ്മ, ഒരു ഒട്ടുമിക്ക കഥകളിലും ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രേവ് ഹീറോ, നല്ല ധൈര്യമുള്ള ഒരു നായകൻ മിക്ക സ്റ്റോറീസിലുണ്ടാവും. അല്ലെങ്കിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള നായകൻ, അതല്ലെങ്കിൽ എപ്പോഴും കരയുന്ന ഒരു നായിക, അല്ലെങ്കിൽ എപ്പോഴും നായകനെയും നായികയെയും ഒന്നിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ. ഇത്തരം ആളുകൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചില സ്റ്റോറീസിൽ കാണാൻ പറ്റും. സോ ദിസ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഈസ് കോൾഡ് ആസ് സ്റ്റോക്ക് ക്യാരക്ടേഴ്സ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് ക്യാരക്ടർ, എന്താണ് ട്രേഷ്യറി ക്യാരക്ടർ, എന്താണ് പ്രൊട്ടോഗണിസ്റ്റ്, എന്താണ് ആൻറ്റോഗണിസ്റ്റ്, ഇങ്ങനെയൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എ ഫോയിൽ ഈസ് എ ക്യാരക്ടർ ഹൂ കോൺട്രാസ്റ്റ് വിത്ത് ദ മെയിൻ ക്യാരക്ടർ ടു ഹൈലൈറ്റ് ദെയർ ട്രൈറ്റ്സ്. ഫോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഫോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഹീറോയുടെ ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ക്വൈറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. അവരെയാണ് നമ്മൾ ഫോയിൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഹീറോ നല്ല ധൈര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു കൂട്ടുകാരനുണ്ടാവും ഭയങ്കര പേടിത്തോണ്ടൻ, ക്വൈറ്റ് ഓപ്പോസിറ്റ്. സോ ഇതിനെയാണ് നമ്മൾ ഫോയിൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ റൗണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. റൗണ്ട് ക്യാരക്ടേഴ്സ് എന്താണ്? ആർ കോംപ്ലക്സ് ആൻഡ് ക്യാപ്പബിൾ ഓഫ് ചേഞ്ച്. ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും, സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് പാവമായിരിക്കും, സ്റ്റോറി അവസാനിക്കുമ്പോഴേക്ക് ഒരുപാട് മോട്ടിവേഷനൊക്കെ കിട്ടിയ അയാൾ ഭയങ്കര ധൈര്യമുള്ള ആളായിട്ട് മാറും. അപ്പോൾ ഇത്തരം ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ചേഞ്ച് വരും അവരുടെ പേഴ്സണാലിറ്റിയിൽ. അത്തരം ക്യാരക്ടേഴ്സ് നമ്മൾ റൗണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയും. ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ് ആർ സിമ്പിൾ, വൺ ഡയമെൻഷണൽ ആൻഡ് ഡു നോട്ട് ചേഞ്ച് ത്രൂ ഔട്ട് ദ സ്റ്റോറി. ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, തുടങ്ങുമ്പോഴും ഒരേപോലെ അവസാനിക്കുമ്പോഴും ഒരേപോലെ, കാര്യമായിട്ട് മാറ്റങ്ങളോ ഒരു ഡയമെൻഷൻസ് ഒന്നും ചേഞ്ച് ആകുന്നില്ല, സിമ്പിളായിട്ട് പോകുന്ന ചേഞ്ച് ഇല്ലാത്ത ക്യാരക്ടേഴ്സിനെ നമ്മൾ ഫ്ലാറ്റ് ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെറ്റിംഗ് ആൻഡ് ടൈമിനെ കുറിച്ചാണ്. സെറ്റിംഗ് ആൻഡ് ടൈം. അപ്പോൾ പ്രൈമറി എലമെൻറ്റ്സിലെ മൂന്നാമത്തെ കാറ്റഗറി. ദ സെറ്റിംഗ് റെഫേഴ്സ് ടു ദ പ്ലേസ്, ഹിസ്റ്റോറിക്കൽ ടൈം, സോഷ്യൽ ഓർ കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ സ്റ്റോറി ടേക്ക് പ്ലേസ്. എന്താണ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ? സെറ്റിംഗ് ഈസ് ദ പ്ലേസ്, ഹിസ്റ്റോറിക്കൽ ടൈം, എവിടെയാണ് കഥ നടക്കുന്നത്, ഏത് സ്ഥലത്താണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൈം, ഏത് കാലഘട്ടത്തിലാണ്. ചിലപ്പോൾ പുരാതന ഗാന്ധിജിയുടെ കാലത്തുള്ള കഥയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കാലത്തുള്ള കഥയായിരിക്കും, ചിലപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു 1980 നടക്കുന്ന കഥയായിരിക്കും. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ടൈം സെറ്റിങ്സിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഓർ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, അത് ഏത് കൾച്ചറിലാണ്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ കൾച്ചർ വേറെയാണ്, കേരളത്തിൻ്റെ കൾച്ചർ വേറെയാണ്, കേരളത്തിൽ തന്നെ പല കൾച്ചറുകളുണ്ട്. അപ്പോൾ ഇത് ഏത് കൾച്ചറിലാണുള്ളത്, സോഷ്യൽ, അവിടെയുള്ള സമൂഹം എങ്ങനെയുള്ളതാണ്, സിറ്റിയിലാണോ കഥ നടക്കുന്നത്, ഗ്രാമത്തിലാണോ, ഇതൊക്കെ സെറ്റിങ്സിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. എവിടെയാണ് കഥ നടക്കുന്നത്, അതാണ് സെറ്റിങ്സ്. ദ മില്യൂ മീൻസ് ദ സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി. അല്ലെങ്കിൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ മില്യൂ എന്ന് പറയും. മില്യൂ എന്ന് പറഞ്ഞാൽ സോഷ്യൽ, സമൂഹപരമായിട്ടുള്ള, അല്ലെങ്കിൽ കൾച്ചർ, സാംസ്കാരികമായിട്ടുള്ള, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു സെറ്റിങ്സിനെ നമ്മൾ ഒന്നായിട്ട് പറയുന്ന പേരാണ് എന്ത്? മില്യൂ എന്ന്. അപ്പോൾ മില്യൂ എന്നുള്ളത് സെറ്റിങ്സിൻ്റെ മറ്റൊരു പദം കൂടിയാണ്. ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻക്ലൂഡിങ് ബിലീഫ്സ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ഓൾസോ ഫോംസ് പാർട്ട് ഓഫ് ദ സെറ്റിങ്സ്.
അതായത് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിങ്സിൻ്റെ ഭാഗമാണ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ട്രഡീഷൻസ് ഇതൊക്കെ ഉൾക്കൊണ്ടതാണ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നടക്കുന്ന കഥകളെയൊക്കെ അതിൻ്റെ സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ സെറ്റിംഗ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ദ മൂഡ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ടോൺ ഓഫ് ദ സ്റ്റോറി. അതായത് ഒരു കഥയുടെ മൂഡ് എങ്ങനെ പോകുന്നു, അതിൻ്റെ അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ടോണ്, ഇതൊക്കെ ആ ഒരു സെറ്റിങ്സിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന അല്ലെങ്കിൽ 1947 നടക്കുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടോണായിരിക്കും, ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഒരു പ്രത്യേക മൂഡായിരിക്കും ആ കഥ വായിക്കുമ്പോൾ. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ കഥയാണെങ്കിൽ അതിന് വേറൊരു മോഡായിരിക്കും, വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ് നിർണ്ണയിക്കുന്നത്, എന്താണ് സെറ്റിങ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്ങിൽ തന്നെ പ്ലേസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ പ്ലേസ് ഓഫ് എ സ്റ്റോറി ഗിവ്സ് ഇറ്റ് സെൻസ് ഓഫ് റിയാലിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി. ഒരു സ്റ്റോറിയുടെ ഐഡൻറ്റിറ്റി തരുന്നത് എന്താണ്, ആ പ്ലേസിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഇറ്റ് ക്യാൻ ബി എയ്തർ റിയൽ ഓർ ഇമാജിനറി. പ്ലേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യഥാർത്ഥ പ്ലേസിനെ കുറിച്ച് പറയാം, മലപ്പുറത്ത് നടക്കുന്ന കഥ, കോഴിക്കോട്, കാസർഗോഡ് നടക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതല്ലെങ്കിൽ ഒരു ഇമാജിനറി പ്ലേസ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് R.K. നാരായണൻ. ആൻഡ് R.K. നാരായണൻ ക്രിയേറ്റഡ് എ ഫിക്ഷണൽ പ്ലേസ് കോൾഡ് മാൽഗുഡി. നമ്മൾ മാൽഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഇമാജിനറി പ്ലേസ് ആണ്. സോ പ്ലേസ് റിയലും ആവാം, ഇമാജിനറിയും ആവാം. The backdrop is the background setting against which the event take place. Backdrop എന്ന് പറഞ്ഞാൽ is the background settings against which the events take place. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പറയുന്നതിനാണ് നമ്മൾ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലേസ് മേക്സ് ദ സ്റ്റോറി മോർ ബിലീവബിൾ ആൻഡ് മെമ്മറബിൾ. അതായത് നല്ലൊരു പ്ലേസിൽ ഒരു സ്റ്റോറി നടക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആവും, ഭയങ്കര ബിലീവബിൾ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി പ്ലേസിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈമാണ്. പ്ലേസ് ആൻഡ് ടൈമൊക്കെ സെറ്റിങ്സിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിനി രണ്ടാമത്തെ സെക്കൻഡറി എലമെൻസിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടില്ലേ, പ്ലേസ് കഴിഞ്ഞു, ഇനി നമുക്ക് ടൈം ഈസ് ഓൾസോ പാർട്ട് ഓഫ് സെറ്റിങ്സ്. Time refers to when the event in a story occurs. ഓക്കെ, ഇപ്പോൾ ഈ ടൈം, പ്ലേസ് ഒക്കെ സെറ്റിങ്ങിൻ്റെ ഭാഗം കേട്ടോ. ഈ പോയിന്റ് ഓഫ് വ്യൂ ആണ് സെക്കൻഡറി എലമെൻറ്റിലേക്ക് വരുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി ഫിക്ഷണൽ ടൈം ഓർ ഹിസ്റ്റോറിക്കൽ ടൈം. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലാത്ത കാലഘട്ടം, അത് ഏത് കാലഘട്ടവും ആവാം. ചിലപ്പോൾ ഭാവിയിലൊക്കെ ചില കഥകൾ നടക്കും. 2050 കഥ നടന്ന, അതൊക്കെ ഫിക്ഷണൽ ആയിട്ടുള്ള ടൈമാണ്. ഹിസ്റ്റോറിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും കാലഘട്ടം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടത്തിലെ കഥ. അതുപോലെ തന്നെ ടൈം പീരിയഡ് ഇൻഫ്ലുവൻസ് ദ ക്യാരക്ടേഴ്സ്, ബിഹേവിയർ, സ്പീച്ച് ആൻഡ് കൾച്ചർ. അതായത് ഓരോ കാലഘട്ടത്തിൽ, ഇപ്പോൾ പുരാതന കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്നുണ്ടെങ്കിൽ അതിലെ ക്യാരക്ടറുടെ സംസാരവും ലാംഗ്വേജും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറും പെരുമാറ്റവും ഒക്കെ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും. കൾച്ചറൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ സ്റ്റോറി സെറ്റ് ഇൻ വിക്ടോറിയൻ ഏജ് വിൽ റിഫ്ലക്ട് ദ മാനേഴ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ദ ടൈം. ഇപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിൽ, അത് ബ്രിട്ടനിലെ ഒരു പ്രത്യേക കാലഘട്ടമാണ്, നമ്മൾ പറഞ്ഞാണ് വിക്ടോറിയൻ ഏജ്, വിക്ടോറിയൻ മൊറാലിറ്റി എന്നൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ കൾച്ചറായിരിക്കും അതിലുണ്ടാവുക എന്നാണ് പറയുന്നത്. സോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൈമറി എലമെൻറ്റ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡറി എലമെൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു സ്റ്റോറിയുടെ, ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സെക്കൻഡറി പാർട്സുകളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട്, അതായത് പ്രൈമറി പാർട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലോട്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ, ടൈം ആൻഡ് പ്ലേസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെക്കൻഡറി പാർട്ടുകളാണ് ഇനി നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഏരിയ ആണ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ് ഓഫ് വ്യൂവിന് നമ്മൾ POV എന്നുള്ളൊരു ഷോർട്ട് ഫോം കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദ പോയിന്റ് ഓഫ് വ്യൂ ഈസ് ദ പൊസിഷൻ ഫോർ വിച്ച് ദ സ്റ്റോറി ഈസ് ടോൾഡ്. ഓക്കെ, അതായത് നമ്മളൊരു സ്റ്റോറി ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, അതായത് ആരാണത് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നെരേറ്റർ ഇങ്ങനെ നെരേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനാണ് കഥ പറയുന്നത്, ഇപ്പോൾ ഈ കഥ ഇങ്ങനെ നടന്നു, അതിങ്ങനെയാണ് നടന്നത്, അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയാം.
ചിലപ്പോൾ ആ ക്യാരക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ പുറത്ത് നിന്നൊരാൾ ആ കഥ ഇങ്ങനെ പറയായിരിക്കും. ചിലപ്പോൾ അത് നമ്മളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ആ കഥ പോവുക. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പുറത്ത് നിന്നുള്ള ഒരാളാണ് ആ കഥ പറയുന്നത്. മറിച്ച് ഒരു ക്യാരക്ടർ പറയാണ്, അപ്പോൾ അത് രാജാവ് പറയണം, ഞാൻ രാജാവാണ്, എൻ്റെ കഥ ഇങ്ങനെയാണ്, എൻ്റെ രാജ്ഞി ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് രാജാവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റീഡേഴ്സിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡറി എലമെൻറ്റ്സിൽ വരുന്ന ഒരു പാർട്ട്, പോയിന്റ് ഓഫ് വ്യൂ. സോ ഈ പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോറി എങ്ങനെ പറയുന്നത്, സ്റ്റോറി ഈസ് ടോൾഡ് വിച്ച് ദ ഈസ് ദ പൊസിഷൻ ഫ്രം വിച്ച് ദ സ്റ്റോറി ഈസ് ടോൾഡ്, അതാണ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഐ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ പോയിന്റ് ഓഫ് വ്യൂവിന് പറയുന്ന മറ്റൊരു പേരാണ് ഐ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചേക്കാം, ഇൻ ഷോർട്ട് സ്റ്റോറി വാട്ട് ഈസ് ദ ഐ ഓഫ് ദ സ്റ്റോറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ വരുന്നത് പോയിന്റ് ഓഫ് വ്യൂ ആണ്. സോ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ ദ പൊസിഷൻ ഫ്രം വിച്ച് ദ സ്റ്റോറി ഈസ് ടോൾഡ്. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് ഹൗ മച്ച് ദ റീഡർ നോസ് അബൌട്ട് ദ ഇവൻറ്റ്സ് ആൻഡ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഓഫ് വ്യൂവിനനുസരിച്ചാണ് ഇറ്റ് കൺട്രോൾസ് ഹൗ മച്ച് ദ റീഡർ നോസ് അബൌട്ട് ദ ഇവൻറ്റ്സ് ആൻഡ് ക്യാരക്ടർ. അപ്പോൾ ആരാണ് ഈ കഥ പറയുന്നത്, അതിനെ നെറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു കഥയിലുള്ള ഇവൻറ്റ്സ്, അതിലുള്ള സംഭവങ്ങൾ ആൻഡ് ദ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ദ പോയിന്റ് ഓഫ് വ്യൂ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരു പുറത്തുള്ള നെറേറ്റർ പറയുന്ന രീതിയായിരിക്കും, ചിലപ്പോൾ ആ ക്യാരക്ടർ തന്നെ പറയുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മളെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നൊക്കെ. സോ അതിനെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സോ അതിൽ 3 ടൈപ്പ് ഓഫ് മെയിനായിട്ട് 3 പോയിന്റ് ഓഫ് വ്യൂ ആണുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണെന്ത്, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് പേഴ്സൺ? The narrator is a character in the story and uses I or we. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നെറേറ്റർ ഉണ്ടാവും ആ സ്റ്റോറിയിൽ. ഇപ്പോൾ ഒരാളിങ്ങനെ ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് എന്ന് പറഞ്ഞിട്ട് പുറത്തു നിന്നുള്ള ഒരാൾ കഥ പറയുന്ന രീതിയാണ് നമ്മളെന്ത് പറയുന്നത്, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ ദ നെറേറ്റർ ഈസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ആൻഡ് യൂസസ് ഐ ഓർ വി എന്ന് പറയുന്ന 2 കാര്യങ്ങൾ യൂസ് ചെയ്ത് ഫസ്റ്റ് പേഴ്സൺ ഉണ്ടാവും. രണ്ടാമത്തെ എന്താണ്, സെക്കൻഡ് പേഴ്സന്റെ പോയിന്റ് ഓഫ് വ്യൂ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ നെറേറ്റർ സ്പീക്സ് ഡയറക്ട്ലി ടു ദ റീഡർ യൂസിങ് യു. ഇവിടെ നരേറ്റർ എന്ത് ചെയ്യും, ഡയറക്ട്ലി ടു ദ റീഡറിനോട് പറയും യു, നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന കഥകളെയാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. തേർഡ് പേഴ്സൺ എന്താണ്, തേർഡ് പേഴ്സൺ ദ നെറേറ്റർ ഈസ് ഔട്ട്സൈഡ് ദ സ്റ്റോറി ആൻഡ് യൂസസ് ഹി, ഷീ ഓർ ദേ. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിയിൽ നെറേറ്റർ ഉണ്ടാവില്ല, മറിച്ച് പുള്ളി പുറത്തു നിന്നുള്ള ഒരാളായിട്ട് എന്താണ് ആ ഒരു കഥേനെ പറയുന്നതാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നെറേറ്റർ കഥക്കകത്ത് തന്നെ ഉണ്ടാവും. തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് കഥക്ക് പുറത്തായിരിക്കും നെറേറ്റർ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ദ നെറേറ്റർ സ്പീക്സ് ഡയറക്ട്ലി ടു ദ റീഡർ, അതിനെയാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങളിത് ഇതുപോലെ തന്നെ കാണാതെ പഠിക്കണേ, എന്താണ് ഫസ്റ്റ് പേഴ്സൺ, എന്താണ് സെക്കൻഡ് പേഴ്സൺ, എന്താണ് തേർഡ് പേഴ്സൺ എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവില്ല. ചിലപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഏതെല്ലാം പോയിന്റ് ഓഫ് വ്യൂസ് ആണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് ചോദിച്ചേക്കാം, എന്താണ് സെക്കൻഡ് പേഴ്സൺ എന്ന് ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ ഒരു കാറ്റഗറി കൂടി ഉണ്ട്, എ തേർഡ് പേഴ്സൺ ഒംനിസിയന്റ് നെറേറ്റർ നോസ്. എന്താണ് ഒംനിസിയന്റ് നെറേറ്റർ എന്ന് പറഞ്ഞാൽ, ഒംനിസിയന്റ് നെറേറ്റർ എന്ന് പറഞ്ഞാൽ നോസ് എവറിത്തിങ് അബൌട്ട് ഓൾ ക്യാരക്ടേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. ഓക്കെ, അതായത് അതൊരു തേർഡ് പേഴ്സൺ നെറേറ്ററാണ്, കഥക്ക് പുറത്തുള്ള ആളാണ്. അയാൾക്ക് ആ കഥയിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അയാളാണ് പറയുക ഈ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇയാളിങ്ങനെയാണ്, ഇയാളുടെ സ്വഭാവം, ഇയാൾ ഇങ്ങനത്തെ ആളാണ്, ഇനി ഇങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ അയാൾക്ക് കൃത്യമായിട്ട് അറിയുന്ന അത്തരം നെറേറ്റേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒംനിസിയന്റ് നെറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്
ഫിക്ഷനും മെറ്റാഫിക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് മെറ്റാഫിക്ഷൻ, വാട്ട് ഈസ് മെറ്റാഫിക്ഷൻ, ഓർ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്ഷൻ ആൻഡ് മെറ്റാഫിക്ഷൻ. അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ ടെൽസ് ആൻ ഇമാജിനറി സ്റ്റോറി ആസ് ഇഫ് ഇറ്റ് വർ റിയൽ. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമാജിനറി സ്റ്റോറി ആയിരിക്കും. ദ സ്റ്റോറി ഈസ് നോട്ട് റിയൽ. ഓക്കെ, ദ സ്റ്റോറി ഈസ് നോട്ട് റിയൽ, ബട്ട് ഇറ്റ് വിൽ പ്രസൻറ്റ് ഇറ്റ് ആസ് എ റിയൽ സ്റ്റോറി. പക്ഷെ എന്താണ്, ആ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നത് അത് റിയൽ ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക്. പക്ഷെ ആ സ്റ്റോറി, അങ്ങനെ ഒരു സ്റ്റോറി നടന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മെറ്റാഫിക്ഷൻ? മെറ്റാഫിക്ഷൻ ഡ്രോസ് അറ്റൻഷൻ ടു ഇറ്റ്സെൽഫ് ആസ് എ സ്റ്റോറി. ഡ്രോ അറ്റൻഷൻ itself as a story, often reminding reader that it is a piece of writing. Draws attention to itself as a story. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. നിങ്ങളുടെ എന്താണ് മെറ്റീരിയലിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. സോ അടുത്ത് നിങ്ങൾക്ക് സെക്കൻഡറി എലമെൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സ്റ്റൈലാണ്. വാട്ട് ഈസ് സ്റ്റൈൽ എന്നുള്ളതാണ്. സ്റ്റൈൽ റെഫേഴ്സ് ടു ദ ഓതേഴ്സ് സ്പെഷ്യൽ വേ ഓഫ് യൂസിങ് ലാംഗ്വേജ്. അതായത് ഓതേഴ്സ് സ്പെഷ്യൽ വേ ഓഫ് യൂസിങ് ലാംഗ്വേജ്. അതായത് എങ്ങനെ, ഇപ്പോൾ പല ഓതേഴ്സും പല രീതിയിലാണ് എഴുതുന്നത്. ഈ എഴുത്തിൻ്റെ രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റൈൽ എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ദ ഓതേഴ്സ് സ്പെഷ്യൽ വേ ഓഫ് യൂസിങ് ലാംഗ്വേജ് ആണ്. സ്പെഷ്യൽ വേ ഓഫ് യൂസിങ് ലാംഗ്വേജിനാണ് എന്ത് പറയുന്നത്? സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് സ്റ്റോറി ഇറ്റ് ഇൻക്ലൂഡ്സ് വേർഡ്സ് ചോയ്സ്. ഏതെല്ലാം വേർഡ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമേജറീസ്, ചില ഇമേജറീസ് ഒക്കെ അവർ കൊണ്ടുവരും. അതുപോലെ തന്നെ ആൻഡ് ലിറ്റററി ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? അതിനാണ് നമ്മൾ റെട്ടോറിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ലിറ്റററി ടെക്നിക്സ്, സിബിലീസ്, മെറ്റഫേഴ്സ്, സിംബൽസ്, ആല്യൂഷൻസ്, അങ്ങനെ കുറേ ടെക്നിക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്തിൽ വരും? സ്റ്റൈൽസിൽ വരും. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഡിക്ഷൻ വരും, ഇമേജറി വരും, റെട്ടോറിക്കൽ ഡിവൈസസ് വരും. ഇതെല്ലാം സ്റ്റൈലിൽ വരുന്ന പാർട്സ് ആണ്. എന്താണ് ഡിക്ഷൻ? ഡിക്ഷൻ മീൻസ് ദ സെലക്ഷൻ ഓഫ് വേർഡ്സ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറീസ് ടോൺ ആൻഡ് തീം. ഓക്കെ, ഓരോ സ്റ്റോറിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ്, അതിനെയാണ് നമ്മൾ ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇമേജറി എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ദാറ്റ് അപ്പീൽസ് ടു ദ സെൻസസ്. അതായത് ഇപ്പോൾ നേച്ചറിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ആ മരങ്ങൾ ഇങ്ങനെയാണ്, പുൽമൈതാനം ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. ഇത്തരം സ്റ്റോറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്സ്റ്റ് നമുക്ക് വരുന്നത് റെട്ടോറിക്കൽ ഡിവൈസസ് ആണ്. റെട്ടോറിക്കൽ ഡിവൈസസ് സച്ച് ആസ് simile, metaphors, irony and symbolism make the writing more expressive. ഓക്കെ, റെട്ടോറിക്കൽ ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇവിടെ സിമിലീസ്, നമുക്കറിയാം സിമിലീസ്, മെറ്റഫേഴ്സ് നമ്മൾ പോയട്രി പഠിച്ച സമയത്ത് പറഞ്ഞാണ്. ഐറണി, ദ്വയാർത്ഥങ്ങൾ, സിംബോളിസം, അതുപോലെ തന്നെ പാരഡോക്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ യൂസ് ചെയ്തിട്ട് ആ സ്റ്റോറിനെ ഒന്നും കൂടി അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് എന്ത്? റെട്ടോറിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും സ്റ്റൈലിൽ വരുന്ന ഒരു ഏരിയ ആണ്. ഈച്ച് ഏജ് ഹാസ് ഇറ്റ്സ് ഓൺ ടിപ്പിക്കൽ സ്റ്റൈൽ സച്ച് ആസ് ദ റൊമാൻറ്റിക്, റിയലിസ്റ്റിക് ഓർ മോഡേണിസ്റ്റ് സ്റ്റൈൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാലഘട്ടത്തിനും, ഈച്ച് ഏജ് എന്ന് പറയുന്നത് കാലഘട്ടമാണ്. കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏജ് എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിനും ഇറ്റ്സ് ഓൺ ടിപ്പിക്കൽ സ്റ്റൈൽ ഉണ്ട്. ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. ഇപ്പോൾ റൊമാൻറ്റിക് കാലഘട്ടത്തിന് ഒരു സ്റ്റൈലാണ്, റിയലിസ്റ്റിക് കാലഘട്ടത്തിന് ഒരു സ്റ്റൈലാണ്, മോഡേണിസ്റ്റ് കാലഘട്ടത്തിന് ഒരു സ്റ്റൈലാണ്. നമുക്കറിയാം റൊമാൻറ്റിക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നേച്ചറിന് കുറച്ചുകൂടി ഇഷ്ടമുള്ള കാലഘട്ടം. റിയലിസ്റ്റിക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞ കാലഘട്ടം. മോഡേണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട്, നിഹിലിസ്റ്റിക് ആയിട്ട്, ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത കാലഘട്ടമാണ് മോഡേണിസ്റ്റ് കാലഘട്ടം എന്നാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള എഴുത്തിന് ശൈലിയുണ്ട്, ലാംഗ്വേജിന് മാറ്റമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സംഭവമാണ് ഫ്രെയിം സ്റ്റൈൽ. എന്താണ് ഫ്രെയിം സ്റ്റൈൽ? വാട്ട് ഈസ് ഫ്രെയിം സ്റ്റൈൽ? ഈസ് വെൻ എ സ്റ്റോറി ഈസ് പ്ലേസ്ഡ് വിത്തിൻ അനദർ സ്റ്റോറി ആസ് സീൻ ഇൻ ചോസേഴ്സ് കാൻറ്റർബറി ടേൽസ്. എന്താണ് ഫ്രെയിം സ്റ്റൈൽ?
ഒരു കഥക്കകത്ത് തന്നെ മറ്റൊരു കഥ ഉൾപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രെയിം സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു പ്ലോട്ടായിരിക്കും, അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥകളുണ്ടാവും. അപ്പോൾ കാൻറ്റർബറി ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചോസറിൻ്റെ ഒരു വലിയ പോയട്രി ഉണ്ട്. ആ പോയട്രിയിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചൊക്കെയാണ്. ഓരോരോ ക്യാരക്ടറിനും ഓരോരോ കഥകളാണ്. അപ്പോൾ ഒരു ഹോൾ സ്റ്റോറിക്കകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല പല കഥകൾ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്രെയിം സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാൻറ്റർബറി ടെയിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്രെയിം സ്റ്റൈൽ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ദ കാൻറ്റർബറി ടെയിൽ റിട്ടൺ ബൈ ചോസർ. അതുപോലെ തന്നെ ഡിക്കാമറോൺ റിട്ടൺ ബൈ ബൊക്കാഷിയോ, അത് മറ്റൊരു എക്സാമ്പിളാണ്. ഓക്കെ, അതാണ് ഫ്രെയിം സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്, ഷോർട്ട് സ്റ്റോറിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്ത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലാംഗ്വേജ് എന്ന് നോക്കാം. ലാംഗ്വേജ് ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഷോർട്ട് ഫിക്ഷൻ ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് ദ മൂഡ്, ടോൺ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഒരു ഷോർട്ട് സ്റ്റോറിയുടെ മൂഡ്, ടോണ്, അറ്റ്മോസ്ഫിയർ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് എന്ത്, ലാംഗ്വേജ്. സോ ലാംഗ്വേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ്സ് കം ടു റൈറ്റിംഗ് ഷോർട്ട് ഫിക്ഷൻ ഓർ ഷോർട്ട് സ്റ്റോറി. The writer must choose the right words to produce the right emotion and effect. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഇമോഷൻ കൺവേ ചെയ്യാൻ നമ്മൾ അതുപോലെയുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു സങ്കടമുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ലാംഗ്വേജാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. കുറച്ച് നമുക്ക് മോട്ടിവേഷൻ തരാനാണെങ്കിൽ അങ്ങനത്തെ ലാംഗ്വേജ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ദ യൂസ് ഓഫ് ഒതൻറ്റിക് ഡയലക്ട്സ് ആൻഡ് സ്ലാങ് ആഡ്സ് എ സെൻസ് ഓഫ് റിയലിസം ടു ദ സ്റ്റോറി. അതുപോലെ തന്നെ ഒതൻറ്റിക് ഡയലക്റ്റും സ്ലാങ്ങും. എന്താണ് ഈ ഒതൻറ്റിക് ഡയലക്റ്റ് ആൻഡ് സ്ലാങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓരോ നാടിനും ഓരോരോ ഭാഷയുണ്ടാവും. മലപ്പുറത്തിനൊരു ഭാഷയുണ്ടാവും. ഇവിടെ ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഞങ്ങൾ കുഴിക്ക് കുജ്ജ് എന്നാണ് പറയുക. ഓക്കെ, ഞങ്ങളൊരു ജ് പശുവിന് പജ്ജ് എന്ന് പറയും. അതുപോലെ കണ്ണൂരിനൊരു ഭാഷയുണ്ടാവും, അതുപോലെ തൃശ്ശൂരിനൊരു ഭാഷയുണ്ടാവും, ട്രിവാൻഡ്രത്തിനൊരു ഭാഷയുണ്ടാവും. അവിടുത്തെ ഒരു ഡയലക്ട്സ് ഉണ്ടാവും, അവിടുത്തെ സ്ലാങ് ഉണ്ടാവും പറയുന്ന രീതിക്ക്. അപ്പോൾ അപ്പോൾ ഓരോ നാട്ടിൽ, ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്ന കഥയാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ, മലബാറിലെ ലാംഗ്വേജ്, ഇപ്പോൾ ബഷീറിൻ്റെ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മലബാറിൻ്റെ അതേ ലാംഗ്വേജാണ് പുള്ളി അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒതൻറ്റിക്കായിട്ട് നമുക്ക് ആ കഥേനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് ആ സ്റ്റോറീനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴും ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റോറിക്കൽ ഡിവൈസ് ലൈക്ക് മെറ്റഫർ, പെർസോണിഫിക്കേഷൻ ആൻഡ് സിംബോളിസം മേക്ക് ദ ലാംഗ്വേജ് മോർ ആർട്ടിസ്റ്റിക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ലാംഗ്വേജിൽ നമ്മൾ റെറ്റോറിക്കൽ ഡിവൈസസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ബെറ്ററായിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ട് ലാംഗ്വേജിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദർ ആർ 2 types ഓഫ് ലാംഗ്വേജ് സ്റ്റൈൽ ഇൻ ഷോർട്ട് ഫിക്ഷൻ. ഷോർട്ട് ഫിക്ഷനിൽ 2 പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണുള്ളത്, ലാംഗ്വേജ് സ്റ്റൈലാണുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ആർട്ട്ഫുൾനെസ്, 2 ആർട്ട്ലെസ്നെസ്. എന്താണ് ആർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? എ സെൽഫ് കോൺഷ്യസ്, ക്രിയേറ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ് യൂസ് ഓഫ് വേർഡ്സ്. അതായത് ആർട്ട്ഫുൾനെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട്, ക്രിയേറ്റീവായിട്ട്, ഇമാജിനേറ്റീവായിട്ട്, കുറച്ച് ഭാവനാസമ്പന്നമായി, കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ആർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. ആർട്ട്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഫോർവേഡ്, നേച്ചുറൽ, സ്പോണ്ടേനിയസ് സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ്. അതായത് അതിലധികം മെറ്റഫറും സിമിലിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ, അത്ര ഇമാജിനേറ്റീവായിട്ട് കാവ്യാത്മകമായി എഴുതാതെ, കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ സംസാരിക്കുന്ന അതേ രീതിയിൽ, പ്രോസിൻ്റെ രീതിയിൽ തന്നെ എഴുതി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർട്ട്ലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. 2 പ്രധാനപ്പെട്ട ലാംഗ്വേജ് സ്റ്റൈൽ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. വിച്ച് ആർ ദ 2 types ഓഫ് ലാംഗ്വേജ് സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ട്ഫുൾനെസ് ആൻഡ് ആർട്ട്ലെസ്നെസ് എന്ന് നിങ്ങൾ എഴുതണം. അതല്ലെങ്കിൽ എന്താണ് ആർട്ട്ഫുൾനെസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്റ്റൈലാണ് ആർട്ട്ഫുൾനെസ് എന്നും, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റൈലാണ് ആർട്ട്ലെസ്നെസ് എന്നും നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ആയിട്ടുള്ള വോയിസ് ആണ്. എന്താണ് വോയിസ്? വാട്ട് ഈസ് വോയിസ്? The voice of a story refers to the attitude of the author towards the
സബ്ജക്ട് മാറ്റർ ആൻഡ് ദ റീഡർ. ഓക്കെ, വോയിസ് എന്ന് പറഞ്ഞാൽ അത് എഴുതുന്ന ആൾ ആ സ്റ്റോറീനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ പുള്ളി ആ ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നതാണ് വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ടോൺ, വേർഡ് ചോയ്സ് ആൻഡ് സെൻറ്റൻസ് സ്റ്റൈൽ. എങ്ങനെയാണ് വോയിസ് എക്സ്പ്രസ് ചെയ്യുന്നത്? അത് അയാളുടെ ടോണ്, ചോയ്സ് ഓഫ് വേർഡ്സ്, സെൻറ്റൻസിൻ്റെ സ്റ്റൈല്, ഇതിനൊക്കെ അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വോയിസ് കാണാൻ പറ്റുന്നത്. ഇവിടെ വോയിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല കേട്ടോ. വോയിസ് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നുള്ളൊരു മീനിങ് ആണ് അതിനുള്ളത്. പക്ഷേ ഷോർട്ട് സ്റ്റോറിയുടെ ഡിവൈസസിലേക്ക് വരുന്ന സമയത്ത് വോയിസ് എന്താണ്? ആ ഓതർ അതിനെ സീരിയസ് ആയിട്ടാണോ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടാണോ, നല്ല ദേഷ്യത്തോടെയാണോ എഴുതുന്നത്? ചില കഥകൾ ഓതേഴ്സിന് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാകുമ്പോൾ ആ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എഴുതുന്ന കഥകളുണ്ടാവും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ വോയിസ് എന്ന് പറയുന്നത്. The author's voice can be serious, sad, humorous, angry or mocking depending on the theme. ഓക്കെ, അപ്പോൾ ഓതർ ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ തീമിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വോയിസ് ചിലപ്പോൾ സീരിയസ് ആയിട്ടായിരിക്കും കഥ പറയുക. ഭയങ്കര സീരിയസ് ആയിട്ട് ഒന്നുമില്ല, ഹ്യൂമറസ് ആയിട്ട് ഫണ്ണി ആയിട്ട് ഒന്നുമില്ല, സീരിയസ് ആയിട്ട് കഥ പറഞ്ഞ് അവസാനിപ്പിക്കും. ചിലത് സാഡ് ആയിരിക്കും, ഭയങ്കര സങ്കടകരമായിരിക്കും. ചിലത് ഭയങ്കര ഫണ്ണി ആയിരിക്കും, ഹ്യൂമറസ് ആയിരിക്കും. ചിലത് ഭയങ്കര ദേഷ്യത്തോടെ എഴുതുന്നുണ്ടാവും. ചിലത് മോക്കിംഗ് ആയിരിക്കും, കളിയാക്കുന്ന രീതിയിൽ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്? ഇത്തരത്തിൽ ഓതർ കഥ എഴുതുന്ന ആ ഒരു രീതിയെയാണ് നമ്മളെന്ത് പറയുക? വോയിസ് എന്ന് പറയുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് തീമാണ്. എന്താണ് തീം? The theme is the central idea of or underlying message of the story. ഓക്കെ, നമ്മളൊരു കഥ വായിച്ച് അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയത്, അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്, അതിൻ്റെ തീം എന്താണ്, അല്ലെങ്കിൽ അണ്ടർലൈൻ മെസ്സേജ് എന്താണ്, ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? തീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീം എന്താണ്? ഫെമിനിസമാണ്. ഓക്കെ, സ്ത്രീകളുടെ പ്രശ്നം ലോകത്തിന് മുന്നിൽ അറിയിക്കുക എന്നതാണ് അതിൻ്റെ തീം. ഓക്കെ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. സൊസൈറ്റിയിലുള്ള ദാരിദ്ര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിനെ ലോകത്തിനെ അറിയിക്കുന്നതാണ് അതിൻ്റെ തീം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തീം, സെൻട്രൽ ഐഡിയ ഓർ അണ്ടർലൈങ് മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഓതേഴ്സ് തോട്ട് അബൌട്ട് ലൈഫ്, സൊസൈറ്റി ഓർ ഹ്യൂമൻ നേച്ചർ. അതായത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓതറിൻ്റെ ചിന്ത എന്തിനെക്കുറിച്ച്? സൊസൈറ്റിനെ കുറിച്ചും ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചൊക്കെ ഓതറിനുള്ള തോട്ട്, അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണെന്നതാണ് ഓരോ തീമിലൂടെയും അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഗിഫ്റ്റ് ഓഫ് ദ മജായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ബൈ ഒ ഹെൻറി ഹാസ് ദ തീം ഓഫ് ലവ് ആൻഡ് സാക്രിഫൈസ്. ഈ ഒരു കഥ വായിക്കുന്ന സമയത്ത് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദാറ്റ് ഷോർട്ട് സ്റ്റോറി ലേറ്റർ. When you are reading that story, you will understand that the underlying theme of that particular story is love and sacrifice. ലവും സാക്രിഫൈസും ആണ് ആ ഒരു സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട തീം എന്ന് നമുക്ക് ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതേപോലെ ഓരോ സ്റ്റോറിക്കും ഓരോ തീം ഉണ്ടാവും. ഓക്കെ, എ ഗുഡ് സ്റ്റോറി യൂഷ്വലി എക്സ്പ്രസസ് ഇറ്റ്സ് തീം ഇൻഡയറക്ട്ലി ത്രൂ ദ പ്ലോട്ട് ആൻഡ് ക്യാരക്ടേഴ്സ്. ഒരു നല്ല സ്റ്റോറി, എ ഗുഡ് സ്റ്റോറി യൂഷ്വലി എക്സ്പ്രസസ് ഇറ്റ്സ് തീം ഇൻഡയറക്ട്ലി. ഡയറക്റ്റായിട്ട് അവർ പറയില്ല ഇതാണ് അതിൻ്റെ തീം എന്ന്. പക്ഷെ നമുക്ക് ആ കഥ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തീം ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും ഓതർ പറയില്ല ഈ തീം പറയുന്നത് ലവിനെ കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചുമാണെന്ന്. പക്ഷെ ആ കഥ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത്? ആ ക്യാരക്ടറിലൂടെ നമ്മൾ പഠിച്ചത് ലവിൻ്റെ മഹാത്മ്യത്തിനെ കുറിച്ചും സാക്രിഫൈസ്, ത്യാഗത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് തീം എന്ന് പറഞ്ഞാൽ. അത് ഡയറക്റ്റ്ലി പറയേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ഡിവൈസാണ് ഷോർട്ട് സ്റ്റോറിയിൽ എന്ത്? ഐറണി. എന്താണ് ഐറണി? ഐറണി ഈസ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഓക്കെ, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ. നമ്മൾ ഒന്ന് എക്സ്പെക്ട് ചെയ്യും, പക്ഷെ നടക്കുന്നത് മറ്റൊന്നായിരിക്കും. ഇതിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ദ്വയാർത്ഥം അത് പല രീതിയിലുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതൊന്ന് പറഞ്ഞത് മറ്റൊന്ന്, അതാണ് ഐറണി. ഷോർട്ട് സ്റ്റോറിയിലാകുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് ഒന്നായിരിക്കും, പക്ഷെ സംഭവിക്കുന്നത് വേറൊന്നായിരിക്കും. അതിനെ നമ്മൾ ഐറണി എന്ന് പറയും. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറണീസ് ഉണ്ട്. ഏതൊക്കെയാണ്? വെർബൽ ഐറണി ഉണ്ട്. occurs when character says something but means the opposite.
സിറ്റുവേഷണൽ ഐറണി ഉണ്ട്. ഹാപ്പൻസ് വെൻ ദ ഔട്ട്കം ഓഫ് എ സിറ്റുവേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വാസ് എക്സ്പെക്റ്റഡ്. സിറ്റുവേഷണൽ ഐറണി എന്താണ്? ഇത് നമ്മൾ പഠിച്ചതാണ്. വെർബൽ ഐറണി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് വേറൊന്ന്. സിറ്റുവേഷണൽ ഐറണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്, ബട്ട് ഇറ്റ് ഹാപ്പൻസ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ വിചാരിക്കാത്ത ഒരു സംഭവമായിരിക്കും സംഭവിക്കുന്നത്. ഡ്രമാറ്റിക് ഐറണി എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് വെൻ ദ ഓഡിയൻസ് നോ സംതിങ് ദാറ്റ് ദ ക്യാരക്ടർ ഡു നോട്ട്. ഡ്രമാറ്റിക് ഐറണി എന്താണ്? നമ്മൾ ക്യാരക്ടേഴ്സിന് അറിയാം, നമ്മൾ റീഡേഴ്സ് അല്ലെങ്കിൽ കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ റീഡേഴ്സിന് അറിയാം ഈ ക്യാരക്ടർ മോശമാണെന്ന്. പക്ഷേ ഈ ക്യാരക്ടർ മോശമാണെന്ന് ആ കഥയിലുള്ള ആർക്കും അവസാനം വരെ അറിയുന്നുണ്ടാവില്ല. ഇത്തരതാണ് ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. നമുക്കറിയില്ല, ഇപ്പോൾ ചില സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതിൽ വില്ലൻ ആരാണെന്ന് നമ്മൾ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, അദ്ദേഹം മോശപ്പെട്ട കഥാപാത്രമാണെന്ന്. പക്ഷേ അതിലുള്ള നായകന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ഇയാൾ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത്? ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എൻഡിങ് ആണ്. എൻഡിങ്. ദ എൻഡിങ് ഓഫ് എ ഷോർട്ട് സ്റ്റോറി ഈസ് important because it leaves a lasting impression on the reader. സോ എപ്പോഴും ഒരു കഥ അവസാനിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ അവസാന ഭാഗമാണ് ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ റീഡറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻഡിങ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദർ ഈസ് 2 types ഓഫ് എൻഡിങ്സ്. 2 തരം എൻഡിങ് ആണുള്ളത്. ഒന്നാമത്തതാണ് ഓപ്പൺ എൻഡഡ്. ഓപ്പൺ എൻഡഡ് എന്താണ്? സ്റ്റോറി ഫിനിഷസ് വിത്ത് അൺസർട്ടനിറ്റി allowing the reader to imagine the conclusion. അതായത് ഈ കഥ അവസാനിക്കുമ്പോഴും അത് മുഴുവനായിട്ടുണ്ടാവില്ല, എന്തൊക്കെയോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടായിരിക്കും ആ കഥ അവസാനിക്കുക. നമുക്ക് അതുകൊണ്ട് എന്താണ് ഉപയോഗം? allowing the reader to imagine the conclusion. നമ്മൾ വീണ്ടും ചിന്തിക്കും, ദൈവമേ ഇതിനിപ്പോൾ എന്താവും? we will be like confused what will be the real end of the story. So the ending is not completed in an open-ended സ്റ്റോറി. ചില കഥകളിൽ അങ്ങനെ ഉണ്ടാവും, എൻഡിങ് അങ്ങ് ക്ലിയർ ആക്കിയിട്ടുണ്ടാവില്ല ഓതർ, പുള്ളി അങ്ങനെ അങ്ങ് അവസാനിക്കും. അവസാനിപ്പിക്കും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഓപ്പൺ എൻഡഡ് എന്ന് പറയുന്നത്. ക്ലോസ് എൻഡഡ് എന്താണ്? ദ സ്റ്റോറി ഫിനിഷസ് വിത്ത് എ ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് റെസൊല്യൂഷൻ. സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങ് ഫിനിഷ് ചെയ്യും. അവർ ജയിച്ചു, അവർ തോറ്റു, അവർ സമാധാനമായി, അയാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ക്ലോസിങ് ഉണ്ടാവും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറയുന്നത്. Okay, so this is what the unit 1 of block 3 telling to us. Okay, so ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് we have to study a lot of terms, a lot of parts, a lot of elements of short story. കുറച്ചധികം കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, അതിൻ്റെ സബ് ഏരിയാസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിൽ നിന്ന് ഒരുപാട് ഷോർട്ട് ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും. essay ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് കുറവാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ PDF അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് നോക്കാം. പിന്നെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഇതിനുണ്ടാവും, ഒരു ഷോർട്ട് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. പിന്നെ ഇതിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ വന്നിട്ടുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ ഒറിജിനേറ്റർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ഫോം? വാട്ട് ആർ ഫ്രെയിം ടെയിൽസ്? ഇത് നമ്മൾ നോക്കിയതാണ്. ഇത് എഡ്ഗർ അലൻ പോ ആൻഡ് വാട്ട് ആർ ഫ്രെയിം ടെയിൽസ്. ഒരു സ്റ്റോറിക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി, കാൻറ്റർബറി ടെയിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്രെയിം ടെയിൽ? കാൻറ്റർബറി ടെയിലാണ് അതിൻ്റെ എക്സാമ്പിൾ. അതുപോലെ വിച്ച് ആർ കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് സ്റ്റോറി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്? ഏതാണ് 2 ഫസ്റ്റ് സ്റ്റോറീനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയ സ്റ്റോറീസ് ഏതൊക്കെയായിരുന്നു? 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ ഗ്രോത്ത് ഓഫ് ബിസിയർ ലൈഫ്സ് ആൻഡ് ലെസ് ടൈം. ഇതാണ് ആദ്യമായിട്ട് വന്ന ഷോർട്ട് സ്റ്റോറീസ് ഇംഗ്ലീഷിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബാക്ക് സൈഡിൽ ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. ഇത് മസ്റ്റായിട്ട് റീഡ് ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാട്ടോ. ഏകദേശം 23ഓളം ഷോർട്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറും അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് നോക്കുക. വേണമെങ്കിൽ നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് വായിച്ചിട്ട് ഒന്ന് നോക്കിയാലും മതി.
ഓക്കെ, ഞാനിതെല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്നില്ല, അപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് നോക്കുക. ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വി ക്യാൻ ഓൾസോ ഡിസ്കസ് ദാറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ദ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻഡ് essay questions. So I hope you understand the class. Thank you so much.